ഈ മരിച്ചവർ കേൾക്കും എന്നുള്ളതിന്റെ ഉസ്താദ് ഒന്ന് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് വിശ്വസിക്കുക? അതിന്റെ പ്രമാണത്തിന് ഒന്ന് പറഞ്ഞുതരും. വിഷയം മരിച്ചോര് കേൾക്കൂല്ലേ എന്നുള്ളതാണ്. മരിച്ചോര് കേൾക്കും എന്നുള്ളത് ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് ചോദിച്ചാല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം ഹദീസുകളിൽ മരിച്ചവർ കേൾക്കും എന്നതിന് വ്യക്തമായ തെളിവുണ്ട്. ധാരാളം ഹദീസുകളിലുണ്ട്. ഇബ്നുൽ ഖയ്യിമിന് കിതാബുർ റൂഹ് എന്നൊരു കിതാബുണ്ട്. ഞാൻ സാമ്പിൾ പറയാണ്. ഇബ്നുൽ ഖയ്യിമിന് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനെ ഇബ്നുൽ ഖയ്യിമിന് കിതാബുർ റൂഹ്, ആ കിതാബുർ റൂഹിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം മരിച്ചവർ കേൾക്കുമെന്ന് സ്ഥിരപ്പെടുത്താൻ 5ഓ 6ഓ ഹദീസിനെയാണ് തെളിവായി അവതരിപ്പിക്കുന്നത്. 5ആണോ 6ആണോ എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 5ഓ 6ഓ ഹദീസുകളെ തെളിവായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം കിതാബുർ റൂഹിന്റെ തുടക്കത്തിൽ മരിച്ചവർ കേൾക്കും എന്ന് പറയുന്നത്. പക്ഷെ അത് വേറൊരു വിഷയം. നമ്മൾ പറഞ്ഞാൽ കേൾക്കട്ടെ കേൾക്കാതെക്കട്ടെ, അതെങ്ങനെ ശിർക്കാകുക എന്നുള്ളതാണ് ഇപ്പത്തെ നമ്മളെ ചർച്ച. മനസ്സിലായോ? നമ്മള് ഇത്ര കാലം പറയുന്ന ചർച്ച എന്താ വെച്ചാൽ, ഇതുവരെ ഞാൻ പറഞ്ഞ വിഷയം എന്താ വെച്ചാല് മരിച്ചോര് കേൾക്കുക കേൾക്കുന്നത് വേറൊരു വിഷയം. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചയ്ക്ക് വരാം, യാതൊരു പ്രയാസമില്ല. നിങ്ങൾ ചോദ്യം ചോദിച്ചു, അതിന്റെ അടിസ്ഥാന ഉത്തരം ഞാൻ പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ നമുക്ക് വരാം. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, മരിച്ചവർ കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, രണ്ടായാലും ശരി, എങ്ങനെയാണ് അവരോട് ചോദിക്കുന്നത് ശിർക്കാകുക? മനസ്സിലായോ? കേട്ടാലും ശരി കേട്ടിട്ടില്ലെങ്കിൽ ശരി, ചോദിക്കണേ ശിർക്കാകണ്ടേ? അത് ശിർക്കാകാനുള്ള ഒരു ന്യായവും ഇല്ല എന്നാണ് നേരത്തെ ഞാൻ വിശദമായി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതേ സ്ഥാനത്ത് മരിച്ചവര് കേൾക്കുമോ എന്ന് ചോദിച്ചതിന് വ്യക്തമായ മറുപടി ഉണ്ട്. ഇമാം ബുഖാരിയുടെ ഹദീസിൽ തന്നെ കാണാം. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു ല യസ്മഉ ഖറഅനി ആലിഹിം ഇന്നൽ അബ്ദ ഇദാ ഉദിഅ ഫീ ഖബരിഹി വതവല്ല അൻഹു വസ്ഹാബുഹു ഇന്നഹു ല യസ്മഉ ഖറഅനി ആലിഹിം മതാഹു മലക്കാനി. മയ്യത്തിനെ ഖബറിൽ വെച്ചാൽ ആ ഖബറിന്റെ സമീപത്ത് ഇദ്ദേഹത്തെ മറവ് ചെയ്ത് പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ചെരുപ്പടിയുടെ ശബ്ദം ആ മയ്യത്ത് കേട്ടുകൊണ്ടിരിക്കെ ആ സമയത്ത് 2 മലക്കുകൾ വരും. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. കണ്ടോ? അതുപോലെ കേട്ടോ, ഇന്നൽ മയ്യിത്ത ലയസ്മഉ ഖഫഖനി ആലിഹിം ഇദാ വല്ലൗ മുദ്ബിരീൻ. മയ്യത്തെ സംസ്കരിക്കാൻ വന്ന ആളുകൾ പിന്തിരിഞ്ഞു പോകുമ്പോൾ ആ അവരുടെ ചെരുപ്പടിയുടെ ശബ്ദം മയ്യത്ത് കേൾക്കുമെന്ന് പറയുന്നു. അപ്പോ അങ്ങനെ കേൾക്കുമെന്ന് പറഞ്ഞാല് അത് തെളിവല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടുന്ന് സ്വലാത്ത് ചെല്ലിയാലും ഞാനത് അല്ലാഹു തആല എനിക്കത് കാണിച്ചു തരുന്ന വ്യക്തമായി പറഞ്ഞ ഹദീസ് അബൂദാവൂദ്, നസായി, ഇബ്നു മാജഹ്, ദാരിമി, ബൈഹഖി എല്ലാം റിപ്പോർട്ട് ചെയ്തത് വേറെയുണ്ട്. ഏതായാലും കേൾക്കുമെന്നത് പണ്ഡിതന്മാർ പല തെളിവുകൾ പറഞ്ഞ് സമർത്ഥിച്ചിട്ടുള്ള ഒന്നാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഇവിടെ അവതരിപ്പിച്ച വിഷയം അതല്ല. കേട്ടാലും ശരി കേട്ടിട്ടില്ലെങ്കിലും ശരി, ആ ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത്? ആ വിഷയത്തിലാണ് ഞാൻ ഇതുവരെ ഇവിടെ ഒതുങ്ങി നിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥം നീ കേൾക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യൂല എന്നല്ല, പക്ഷെ ആ ചർച്ചയ്ക്ക് മാറുമെന്നാകരുത്. ഇതുവരെ പറഞ്ഞ ഒരു വിഷയത്തിൽ നിന്ന് പാഠബന്ധം പെടരുത് എന്ന കാരണം കൊണ്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിഷയം കേൾക്കാൻ ഇഷ്ടമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ സുഹൃത്തുക്കളെ, അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ മറ്റൊന്നും പറയാനല്ലോ ഉസ്താദ്. അതായത് ഉസ്താദ വിഷയം സംസാരിക്കുന്ന സമയത്ത് പല മുജാഹിദ് ഐഡികളും താഴെ വന്നു നോക്കുന്നുണ്ട്. വന്നു നോക്കിയിട്ട് അവർ ഒരു മിനിറ്റ് അരമിനിറ്റൊക്കെ അവർ നിൽക്കണുള്ളൂ. അതോടെ പിന്നെ അവർ പോവാണ്. ഒന്നും ചെയ്യണില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അൻവർ അഹമ്മദ് വരെ വന്ന് നിന്നോക്കി ഇപ്പൊ അവസാന സമയത്ത്. പക്ഷെ അൻവർ അഹമ്മദും എന്ത് ചെയ്ത് ഒരൊറ്റ പോക്ക് പോവുക ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ വേറെ ഒരാളിപ്പോ അതിന്റെ ഇടക്ക് വന്നല്ലോ. അത് ഇതൊന്നാണ്ട് തിരിച്ചു വിട്ടിട്ട് എന്ത് ചെയ്യണം?
തങ്ങളുടെ കൂട്ടുകാരെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ വലിയ മോഹം കൊണ്ടാണ് അവരും വരുന്നത്. പക്ഷെ ഉസ്താദ് ഇപ്പൊ ആ വിഷയത്തിൽ ഇങ്ങനെ ചിർക്ക് തൗഹീദ് അത് തിരിയാത്ത പ്രശ്നമാണല്ലോ ഇവിടെ ആകെ പ്രശ്നം. അതിപ്പോ മുജാഹിദിന്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ തൊട്ടതൊക്കെ ചിർക്കാണ് എന്ന് പറഞ്ഞിട്ട് ചിർക്ക് എന്താന്നുള്ളത് എന്ത് ചെയ്തില്ല, നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് മുജാഹിദീങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പഠിച്ചാൽ പിന്നെ മുജാഹിദായി നിൽക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും വിശദമായി ഇത്രയും ലളിതമായി വിഷയം ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് പറയുന്നത് കേട്ടു നിൽക്കാൻ അവർക്ക് ക്ഷമ കിട്ടുന്നില്ല. എന്താ, കേട്ടാലെങ്ങാനും അത് പഠിച്ചു പോയെങ്കിലോ? കേട്ടാൽ ഇതുവരേക്കും ഈ വഹാബി മൗലവിമാര്, ഈ അന്തകമ്മികളായ വിവരദോഷികളായ ജാഹിലീങ്ങളായ മൗലവിമാര് പറഞ്ഞു നോക്കണ്ടല്ലോ, ഒന്നായിട്ട് അത് വിഴുങ്ങി വെച്ചിട്ട് അതെങ്ങാനും പുറത്തേക്ക് പോവോ എന്നുള്ള പേടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരാരും റൂമിൽ എന്ത് ചെയ്യണില്ല, നിൽക്കണില്ല, വന്നു നോക്കുക. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചതാകെ പഠിച്ചാ കുടുങ്ങുന്നുള്ളതല്ല പേടി. അപ്പോ അവരിങ്ങനെ വന്നു നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഒരു അല്പസമയം ചിലരൊക്കെ എന്ത് ചെയ്യുന്നതാണ്, വന്നു നോക്കിയിട്ട് ഒരൊറ്റ പോക്ക്. ചിലരൊക്കെ ഒരു 1/2 മിനിറ്റ് നേരം ഒന്ന് പരമാവധി നിന്ന് നോക്കുന്നുണ്ട്, പിന്നെ അവർ സ്ഥലം വിടുകയാണ്. അങ്ങനെ ഒരു അത്ഭുതം ഞാനത് നിരീക്ഷിച്ചു. ആ വിഷയം ഒന്ന് മറ്റുള്ളവരുമായി പങ്കുവെക്കാനും ഉസ്താദിനെ ശ്രദ്ധയിൽപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്തത്. ഏതായാലും ഇന്ന് ഉസ്താദ് പറഞ്ഞതുപോലെ മുജാഹിദിന്റെ ആശയത്തിൽ കുടുങ്ങിയവരോ, മുജാഹിദ് എന്ന് പറയുമ്പോൾ മുജാഹിദിന് മാത്രമല്ല ഇതുള്ള കേട്ടാ, അതും കൂടി മനസ്സിലാക്കണം. ഇതെപ്പോഴും ആയിക്കോട്ടെ. പിന്നെ മുജാഹിദിന് മാത്രമല്ല, ഇതേ നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ വിഷയത്തിൽ നമ്മളെ ഇവർക്കുള്ളത്, ആർക്ക്, മൗദൂദികൾക്കുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അതിന്റെ ഏതെങ്കിലുമൊക്കെ ആശയത്തിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾ ഈ വിഷയം ഒന്ന് ശിർക്കും തൗഹീദും അതൊന്ന് പഠിക്കാൻ സന്മനസ്സോട് കാണിക്കുന്ന ആളുകളൊക്കെ ഉദ്ദേശിക്കുന്നവരെല്ലാം അവർക്കൊക്കെ ഒന്ന് മൈക്കിൽ വരാം എന്ന് അറിയിക്കുന്നു. വേറെ ആളെ മൈക്കിന് വേണ്ടിയിട്ട് കൈപൊക്കി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത് സംബന്ധമായിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കാം. EM കണ്ണൂരിന് നേരത്തെ ചോദിച്ചതിന് ഉസ്താദ് മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് കേട്ടല്ലോ അല്ലേ? നിങ്ങൾ കേട്ടല്ലോ, ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ. കേട്ടെങ്കിൽ ഒന്ന് അടിച്ചാൽ മതി. ഇല്ലാന്നോ? കേട്ടിട്ടില്ല. എന്നാ പിന്നെ നിങ്ങൾ ചോദ്യം ചോദിക്കണ്ടട്ടാ. നിങ്ങളേ ചോദ്യം ചോദിക്കണ്ട. ഉസ്താദ് പറഞ്ഞ് നിങ്ങളെ ചോദ്യത്തിന് ശേഷം ഉസ്താദ് എന്ത് ചെയ്തു, മറുപടി പറഞ്ഞു. അത് മൂപ്പര് കേട്ടിട്ടില്ല എന്നാ പറഞ്ഞു. പിന്നെ എന്തിനാ നിങ്ങൾ ചോദ്യം ചോദിക്കണം? സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാരും കേട്ടില്ലേ? ഈ ശ്രോതാക്കളായ നിങ്ങളെല്ലാരും കേട്ടില്ലേ? കേൾവിക്കാരാ പോയി ഉറങ്ങൂന്നാണ്. ഇല്ല, ഞാൻ ഉറങ്ങാനായിട്ടില്ല മോനെ കേട്ടാ. ഞാൻ കണ്ണൂരല്ല, ദുബൈയിലുള്ളത്. കണ്ണൂരൊക്കെ ഇപ്പൊ സമയം ഒരുപാടായി ഉണ്ടാവും. നിങ്ങൾക്ക് ഉറങ്ങാം. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഇവിടെ ഹദീസ്, ഇമാം മുസ്ലിമിന്റെ ഹദീസ് വരെ ഉദ്ധരിച്ച് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് തന്റെ വിഷയം അവതരിപ്പിച്ച വിഷയത്തിൽ നിന്ന് ആയിക്കോട്ടെ പിന്നെ വ്യതിചലിക്കാതെ തന്നെ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു ചോദിച്ചതിന്. എന്നിട്ടിപ്പോ നിങ്ങൾ കേട്ടോന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അടിക്കണത് ഇല്ലാന്നാണ്. അപ്പൊ കേൾക്കാത്ത ഒരാൾ പിന്നെ എന്തിനാ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദ്യം ചെയ്യാൻ നിൽക്കണം എങ്ങനെയാണെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മൈക്ക് വിട്ടു. അപ്പൊ പേടിയുണ്ട് കേൾവിക്കാരാ, പേടിയുണ്ട്. ഇത്ര ചെറിയൊരു ഒന്നും അറിയാത്ത ഞാന്റെ ഒരു ചെറിയ ക്വസ്റ്റ്യന്റെ മുമ്പിൽ കേൾവിക്കാര് വളരെയധികം, കേൾവിക്കാരന്റെ കാര്യം കഷ്ടമില്ല. കുറെ നമ്മള് സീരിയസ് ആയ വിഷയം പറഞ്ഞാൽ ഇനി കുറച്ച് ചിരിക്കുക, അങ്ങനത്തെ കുറച്ച് കോമഡി പാടുകൾ ഉണ്ടാകുക. അപ്പോഴേ നമുക്കിതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നടക്കട്ടെ കേട്ടോ. പക്ഷെ ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ട് ഇതിനിടക്ക്. എന്താ നിങ്ങൾ നേരത്തെ ഇവിടെ ചോദിച്ചു മരിച്ചോല് കേൾക്കുവോന്നാ. ഞങ്ങളിപ്പോഴത്തെ സംശയം ഹയാത്തുള്ളവർ തന്നെ കേൾക്കുവോന്നാണ്. കാരണം നിങ്ങളിതൊന്നും കേട്ടിയില്ലോ. അപ്പൊ കേൾക്കാതെക്കണേ ഇപ്പൊ മരിക്കുവൊന്നും വേണ്ട, നിങ്ങൾക്ക് ഹയാത്തുണ്ടല്ലോ. എന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിയില്ലോ. അതാണ് മഹാത്ഭുതം കേട്ടോ. ഏതായാലും അള്ളാഹു തആല നമുക്കൊക്കെ നല്ലത് കേൾക്കാനുള്ള ഒരു കാതും അതിനെ പറ്റിയൊരു കൽബും തരട്ടെ. കാതുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല സുഹൃത്തെ, കൽബ് വേണം അതിനെ പറ്റി. കാരണം എന്താ പറയുക, ഈ കാത് എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ ഒരു എന്താ ഞാൻ പറയാ, ഒരു ഇൻപുട്ട് ഇൻസ്ട്രുമെന്റ് ആണ്. അതിൽ കൂടി ഉള്ളിക്കൊണ്ട് വന്നാല് ഇതൊക്കെ സേവ് ആകണ ഹാർഡ് ഡിസ്ക് ഉണ്ട്, അത് കൽബാ.
മനസ്സിലായില്ലേ? അവിടെയാണ് എല്ലാ പണിയും നടക്കുന്നത്. അതുകൊണ്ട് കൽബ് കൂടി തുറന്നെങ്കിലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. അതെന്താകണം? ശരിയാകണം. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ മൈക്കെടുത്തോളൂ, ചോദിച്ചോളൂ. നേരത്തെ വല്ല കാരണവശാലും നിങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടി കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വേണമെങ്കിൽ ഒരു തവണ കൂടി അത് പറയാം. പക്ഷെ എന്താക്കണം എന്ന് നിങ്ങള് ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം. കാരണം വലിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ചോദ്യം ചോദിക്കുക, നമ്മളത് മറുപടി പറയാ, അത് പിന്നെ കേൾക്കാതെ പോവുക, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വരിക, അതന്നെ ചോദിക്കുക അറിയുമ്പോഴേ നമുക്കിതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തിയത്, നമ്മുടെ ഊർജ്ജം വെറുതെ നഷ്ടപ്പെടുത്താനുള്ളതല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചോദിച്ചോട്, അത് ശ്രദ്ധിച്ച് അതിന്റെ മറുപടി കേട്ട് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കണം. അപ്പോഴേ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കിട്ടുകയുള്ളൂ. അള്ളാഹു അങ്ങനെ ഒരു വിശാല മനസ്സ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് EM കണ്ണൂരിന് വേണ്ടി ദ്വാരന്ന് അദ്ദേഹത്തെ മൈക്കിലേക്ക് വിളിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഞാൻ ഫസ്റ്റില് ക്ലാസ്സിൽ വരുമ്പോ തന്നെ ഞാൻ മൈക്കെടുത്ത ആൾ പറഞ്ഞിരുന്നു, ഞാൻ ചർച്ച കേട്ടിരുന്നില്ല, ഞാൻ ഇപ്പം ജസ്റ്റ് എൻട്രി ആയതേ ഉള്ളൂ. കാരണം ഞാൻ വരുമ്പോ അബു ഫൈസ് ഉസ്താദായിരുന്നു മൈക്കിൽ. ഉസ്താദ് പറഞ്ഞത് ഞാൻ കേട്ട് ചർച്ച ഇതെനിക്ക് ആദ്യമുള്ള സമയത്ത് നിങ്ങൾ ചോദിക്കാൻ വേണ്ടി ചോദിക്കാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് അതിന് മുമ്പുള്ള വിശ്വാസത്തിന്റെ ഷിർക്കിന്റെ കാര്യം ഞാൻ കേട്ടിരുന്നില്ല. എനിക്കറിയേണ്ടത് മരിച്ചാൾ കേൾക്കോ എന്നുള്ളത് യേശോറിന്റെ ഉത്തരം. അപ്പൊ ഉസ്താദ് അതിന്റെ വ്യക്തമായ ഒരു ഉത്തരം പറഞ്ഞില്ല. വാടാനപ്പള്ളി ഉസ്താദ് കുറച്ച് ഇബാറത്ത് അടിച്ചിരുന്നു, അതെനിക്ക് അറബിയൊന്നും വായിക്കാറില്ല. അപ്പൊ ഉസ്താദ് ആ കേൾക്കുന്ന ആ ഒരു ഹദീസ് ഒന്ന് വ്യക്തമായിട്ടൊന്ന് ആദ്യം പറഞ്ഞു. അതിനുശേഷമല്ലേ പിന്നെ അതിന് കേൾവിക്കാൻ ഉസ്താദ് ഇത്ര ബേജാറാവേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അത്ര വലിയ ഉസ്താദ് മൗലവിയൊന്നുമല്ല. മൗലവി വരുമ്പോ ഞങ്ങൾക്ക് കുറച്ച് ബേജാറുണ്ടാവും. എന്താ പ്രശ്നം? നിങ്ങള് മൗലവിന്റെ ഗ്രേഡ് കൂടുന്നതനുസരിച്ചാണ് നോണന്റെ കട്ടിങ്ങാനും കൂടുക. അപ്പൊ അതിലൊരു ബേജാറ് ഞങ്ങൾക്ക് ഉണ്ടാവും. ജാതി നോണൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ ഈ പാതിരാക്ക് എന്നുള്ളൊരു ബേജാറ്. അല്ല വേറെ ഇപ്പൊ എന്ത് ബേജാറാ സുഹൃത്തെ കേട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞത് നേരത്തെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, ഞാൻ അതിന് പ്രാമാണികമായി ഉത്തരം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല. 3 ഹദീസ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചു സുഹൃത്തെ. അതാ ഞാൻ പറഞ്ഞത് ഹയാത്തുള്ളവർക്ക് തന്നെ കേൾക്കുമെന്ന് സംശയമാണ് എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞല്ല. 3 ഹദീസ് ഉദ്ധരിച്ചു. ഒന്ന് ബുഖാരിന്റെ ഹദീസ, ഇന്നൽ അബ്ദ ഇദാ വുദിഅ ഫീ ഖബ്രിഹി വതവല്ല അൻഹു അസ്ഹാബുഹു ഇന്നഹു ലയസ്മഉ ഖറഅ നിആലിഹിം മതാഹു മലക്കാനി. നിങ്ങൾ കേൾക്കണോ? EM കണ്ണൂർ കേൾക്കുന്നുണ്ടോ? EM കണ്ണൂർ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കണില്ല എന്ന് പറയരുത്. ഞാൻ നേരത്തെ 3 ഹദീസ് കൂടെ ഞാൻ നേരത്തെ ഒരു ഹദീസാണിത്. നിങ്ങൾ എങ്ങനെ കേൾക്കാതെ പോയതെന്ന് എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്, ഒരു മയ്യത്തിനെ തന്റെ ഖബറിൽ വെക്കപ്പെട്ടാൽ വതവല്ല അൻഹു അസ്ഹാബുഹു, ആ ആളുകൾ ഖബറടക്കാൻ പോയ ആളുകൾ ആ ഖബറിന്റെ അരികിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുകയും ചെയ്താൽ ഇന്നഹു ലയസ്മഉ ഖറഅ നിആലിഹിം, ആ മയ്യത്ത് അവരുടെ ചെരുപ്പടിയുടെ ശബ്ദം കേൾക്കുന്നു. കണ്ടോ? വേറൊന്ന് കേട്ടോ, മുസ്ലിമിന്റെ റിവായത്ത്, ഇന്നൽ മയ്യിത്ത ഇദാ വുദിഅ ഫീ ഖബ്രിഹി, മയ്യത്തിനെ ഖബറിൽ വെക്കപ്പെട്ടാൽ ഇന്നഹു ലയസ്മഉ ഖഫഖ നിആലിഹിം ഇദൻ സറഫു, അവർ പിരിഞ്ഞു പോകുന്ന സമയത്ത് മയ്യത്ത് അവരുടെ ചെരുപ്പടിയുടെ ശബ്ദം കേൾക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ മയ്യത്ത് ചെരുപ്പടിയുടെ ശബ്ദം കേൾക്കും എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കും എന്നുള്ളതിന് തെളിവ്. ഇനി നിങ്ങളെ സംശയം മരിച്ചവര് കേൾക്കുമല്ലേ എന്നല്ലേ? കേൾക്കും എന്നതിന് വ്യക്തമായ തെളിവ് പറയുന്ന ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസാണ് ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞത് ഇത്തരം 5-6 ഹദീസുകൾ, ഇത്തരം 5-6 ഹദീസുകൾ തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം തന്റെ കിതാബുർ റൂഹിന്റെ ആദ്യ ഭാഗത്ത് തന്നെ മരിച്ചവർ കേൾക്കുമെന്ന് വ്യക്തമായി സമർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല ഇബ്നു കസീർ തന്റെ തഫ്സീറിലും ആ വിഷയം പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങി പറയുന്ന പണ്ഡിതന്മാരെല്ലാവരും മുന്നോട്ട് വെക്കുന്ന ഹദീസുകളിൽ 2 റിപ്പോർട്ടുകളാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അത് ബുഖാരിയുടേതും മുസ്ലിമിന്റേതും ആണ്. ഇനി നിങ്ങൾക്ക് എന്താ വിഷയത്തെ പറയാനുള്ളത് വെച്ചാൽ മൈക്കെടുത്തോളി പറഞ്ഞോളൂ. ഞാൻ ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദെ. മൈക്ക് നമ്മളെ നിസാർ, ഒരു മിനിറ്റ് കേട്ടോ.
ഇൻഷാ അല്ലാഹ് നമ്മള് നിങ്ങൾക്ക് മൈക്ക് തരും. അടുത്ത നിങ്ങൾക്കാണ് ചാൻസ്. നമ്മളിപ്പോ EM കണ്ണൂരിനാണ് ഒരു മറുപടി പറഞ്ഞത്. അയാൾക്ക് മനസ്സിലായില്ലെന്ന് അറിയണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് എന്ന് പറയാനാണ് ഇപ്പൊ മൈക്ക് വിട്ടത്. EM കണ്ണൂർ കേൾക്കുന്നുണ്ടോ? EM കണ്ണൂർ കേൾക്കുന്നുണ്ടോ? ആ, നിങ്ങളെ ഒരു ഇതിന്റെ മറുപടി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അത് കേട്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഒന്ന് പറഞ്ഞോളൂ. എന്തെങ്കിലും ഉപചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് എന്താ വെച്ചാൽ ആ വിഷയം ഒന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്താക്ക് മൈക്കൊടുക്കാനുള്ള ഭംഗി നിങ്ങൾ മൈക്കൊടുക്കും. ഉസ്താദെ, പിന്നെ അത് കേട്ടു, അത് മനസ്സിലായി. എനിക്ക് അതിന്റെ ഒരു ഉപചോദ്യം, ഈ കേരളത്തിലുള്ള വഹാബികൾ മാത്രമാണോ ഈ മരിച്ചവര് കേൾക്കുന്നില്ല എന്നുള്ള വാദക്കാർ? പുറത്തുള്ളവരാരെങ്കിലും ഉണ്ടോ സൗദിയിലുള്ള? രണ്ടാമത്തെ ചോദ്യം, അല്ല അവർക്ക് കേൾക്കുന്നില്ല എന്നുള്ള വാദമില്ല, മറുപടി കിട്ടൂല, അല്ലെങ്കിൽ അത് ശിർക്കാണെന്ന് മാത്രമുള്ള വാദമേ ഉള്ളൂ, കേൾക്കുന്നുള്ള വാദം അവർക്കും ഉണ്ടോ? ഞാൻ മൈക്ക് കിട്ടു. അല്ല, വഹാബികളുടെ വാദം മരിച്ചവര് കേൾക്കൂല തന്നെയാണ്. അതിനെപ്പറ്റി നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ സംവാദം നടത്തിയിരുന്നല്ലോ അല്ലേ? ക്ലാസ് റൂമിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളും ചർച്ചകളൊക്കെ പലപ്പോഴും നടന്നിട്ടുണ്ട്. അതിന് കാരണം എന്താ? മുജാഹിദിന്റെ വാദം മരിച്ചവര് കേൾക്കൂല എന്നാണ്. മാത്രല്ല, ആരെടുത്ത ക്ലിപ്പുള്ളത്? മുഫാദുമാനെ നാരായണൻ സാറുടെ ക്ലിപ്പ് ആരെടുത്തുള്ളത്? എന്റെ അടുത്തുണ്ട് ആ ക്ലിപ്പൊക്കെ. പിന്നെ ഇപ്പൊ തെരഞ്ഞെടുക്കണം. നാരായണ സാറെ ക്ലിപ്പ് ഉണ്ടല്ലോ, മരിച്ചോല് കേൾക്കൂല എന്ന്. ഈ ഫൈസൽ മൗലവിന്നല്ലേ പ്രസംഗിക്കണത്? നമ്മളെപ്പത്തെ സൂപ്പർ താരം ഫൈസൽ മൗലവി എന്താക്കുന്നുണ്ട്? മരിച്ചോല് കേൾക്കൂല എന്ന് തെളിവ് സഹിതം പ്രസംഗിക്കണ ഒരു ക്ലിപ്പുണ്ട്. എന്റെ കയ്യിൽ അതുണ്ട്. അത് തെരഞ്ഞെടുക്കേണ്ടി വരും. നമ്മുടെ മുഫാദ് മോന്റെ ആരുടെയൊക്കെ കയ്യിൽ ആ ക്ലിപ്പ് ഉണ്ടെങ്കിൽ വളരെ രസകരമായൊരു ക്ലിപ്പാണ്. അപ്പൊ അത് നേരിട്ട് നമുക്ക് കേൾക്കും ചെയ്യാലോ. ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മൈക്കിൽ വന്നാൽ ഇൻഷാ അല്ലാഹ് ഞാനത് തെരഞ്ഞെടുത്തിട്ട് ഇപ്പൊ തന്നെ കേൾപ്പിക്കാം. ഞാൻ മൈക്ക് വിട്ടു. ഞാൻ രണ്ടാമത് ചോദിച്ചിരുന്നു, ഈ കേരളത്തിൽ പുറത്തുള്ള ഏതെങ്കിലും സൗദിയിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇത് ചില കാര്യങ്ങൾ പറയില്ലേ, കേരളത്തിലെ വാദികൾക്ക് മാത്രമേ ആവാതുണ്ടെന്നുള്ള എല്ലാവർക്കും ഉണ്ടോ? ഈ 30-ാം തീയതി നൗഷാദ് ഹസനി SSFന് വേണ്ടിയിട്ടാണോ അല്ല STSFന് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത്? മുടി വിഷയം ഇവിടെ വാർത്തന്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വല്ല വാർത്ത ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചാനലിൽ പോയി വായിച്ചോളൂ. അത് വാർത്ത വായിക്കുന്ന സ്ഥലമല്ല. ഇവിടെ എന്താ പറയുക, ഇവിടെ നമ്മള് ആദർശം പഠിക്കണ റൂമാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോ നല്ല പൊള്ളലുണ്ടാവും. കാരണം എന്താ വെച്ചാലേ എനിക്കറിയാം അപ്പൊ ഇതൊക്കെ വരുന്നതാരറിയോ? ഇതൊക്കെ വരുന്നതാരറിയോ? സത്യത്തിൽ തനിച്ച വഹാബികളാണ് ഈ വരുന്നത്. എന്താ കാരണം എന്നറിയ? ജനങ്ങൾ തൗഹീദ് പഠിക്കുമ്പോ ആ വഹാബികൾക്ക് പൊള്ളുന്നുണ്ട്. അപ്പൊ വരും, ആയിക്കോട്ടെ, ഞങ്ങൾ ശരിക്കത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ വിചാരിച്ച വഴി കൂടി ഞങ്ങളങ്ങനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഈ നല്ലൊരു വിഷയം മുടക്കാൻ പറ്റും നിങ്ങൾ നോക്കണ്ട. തൽക്കാലം അപ്പരിപ്പ് ഇവിടെ വേവൂല കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ ഈ വിഷയം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. ആ സുഹൃത്തുക്കൾ ചോദിച്ചല്ലോ, ഇങ്ങനെ ഒരു അയാൾ പോയോ? ഈയം കൊണ്ട് അല്ല, ഇവിടെ ഉണ്ട് ഇങ്ങനെ ഒരു വിഷയം. ഇത് വാദം, മരിച്ചവർ കേൾക്കില്ല എന്നൊരു വാദം കേരളത്തിലെ മുജാഹിദുകൾക്ക് മാത്രമാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ ലോകത്ത് ചെറിയൊരു ന്യൂനപക്ഷത്തിനാണ് ഈ വാദമുള്ളത്. കേരളത്തിലെ മുജാഹിദീങ്ങളെ പോലെ ഇത് ചിലപ്പോൾ വാദിക്കണ വേറും ചിലരൊക്കെ ഉണ്ടായേക്കാം. അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലെ മുജാഹിദ് ഇത് തറപ്പിച്ച് പറയുന്നുണ്ട്. അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ചില സലഫി പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞേക്കാം എന്നല്ലാതെ വ്യക്തമായി ഈ വിഷയത്തിൽ അവരെന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല. അതേ സ്ഥാനത്ത് കേരളത്തിലെ മുജാഹിദ് ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ തീർത്ത് പറയുന്നവരാണ്. അങ്ങനെ തീർത്ത് പറയുന്നവരാണ്. മറ്റൊരു കേക്കൂല എന്നാണ് അവര് വ്യക്തമായി പറയുന്നത്. ഇനി ആര് പറഞ്ഞാലും ശരി, ഏത് മുജാഹിദ് പറഞ്ഞാലും ശരി, മുജാഹിദേ ഇത് പറയുന്നുള്ളൂ, വഹാബികളെ ഇത് പറയുന്നുള്ളൂ. വഹാബികൾ മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ വഹാബികളുടെ ആശയത്തോട് താതാത്മ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനോട് സമരസപ്പെട്ടു പോകുന്ന
മുജാഹിദുകളുടെ കൂടെ നിൽക്കുന്ന ജമാഅത്തുകാരെ പോലെയുള്ള പുത്തൻവാദികൾ മാത്രമാണ് ഇത്തരമൊരു വാദം ഉന്നയിക്കുന്നത്. അപ്പോ ഇനി ആരൊക്കെ ആ വാദക്കാരുണ്ട്, എത്ര ആളുകളുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ആരുണ്ടെങ്കിലും ശരി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചതിന് വിരുദ്ധമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കേൾക്കുമെന്നാണ് എന്ന് തെളിയിക്കുന്ന ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസ് ഞാൻ നേരത്തെ ഇവിടെ തെളിവായി ഉദ്ധരിച്ചിട്ടും ഉണ്ട്. ഓക്കെ, ഞാൻ വായിക്കും. അസ്സലാമു അലൈക്കും. ഉസ്താദ് ഇ എം കണ്ണൂര് പോയിട്ടുണ്ട് തോന്നുന്നു, അതുകൊണ്ട് മൈക്കെടുത്താണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് പൊട്ടിയൊലിച്ച വെള്ളം സഹാബത്ത് വുളുഎടുക്കുകയും കുളിക്കുകയൊക്കെ ചെയ്ത് അത് മുഅ്ജിസത്താണ് എന്ന് സലാം ബാഖി ഉസ്താദ് KCR പറഞ്ഞു. അപ്പോ അതിന്റെ ഒരു വിചക്ഷണം അതെന്താണ്, അത് മുഅ്ജിസത്താണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അവിടെ തഴുതി ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയണം. അസ്സലാമു അലൈക്കും. അത് അത്ഭുതമാണ്. അത് കേട്ടപ്പോലെ നിങ്ങൾക്ക് കാരണം എന്താ പറയുക, നിങ്ങളും ഞാനൊന്നും കൈവച്ചാൽ ഇടയിൽ കൂടി വെള്ളരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കയ്യിന്റെ ഇടയിൽ കൂടി വെള്ളരിച്ചത് അത് അത്ഭുതമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. അതേ സ്ഥാനത്ത് അവിടെ തഹജ്ജുദ് ഉണ്ടായിക്കണോ ഇല്ലേ എന്നൊക്കെ ആ സംഭവം പൂർണ്ണമായി പരിശോധിച്ച് പറയേണ്ട ഒരു വിഷയമാണ്. അസാധാരണത്വം അതിലുണ്ട്. അതല്ലേ ഇപ്പൊ നമ്മുടെ കയ്യിൽ മനസ്സിലാക്കേണ്ടുള്ളൂ. തഹജ്ജുദ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടോ ഞങ്ങളെ കയ്യിന്റെ വിരലിൽ കൂടി കൊണ്ടുവരീന്ന് പറഞ്ഞണം. അങ്ങനെ ആവശ്യപ്പെട്ടതുണ്ടോ ഇല്ലയോ എന്നതൊക്കെ പരിശോധിക്കേണ്ടതാണ്. അതേ സ്ഥാനത്ത് അത് തഹജ്ജുദ് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അത് അത്ഭുതവും അസാധാരണ സംഭവമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയായി ഉണ്ടായിട്ടുള്ള അത്ഭുതമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നന്നായിക്കോട്ടെ. അപ്പൊ ഉസ്താദ് ഞാൻ ചോദിച്ചത് അത് അത്ഭുതമാണ് എന്നുള്ളത് ഇപ്പൊ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട. കൈന്റെ വിരലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം അല്ല, നിങ്ങളെ മറ്റുള്ള വെള്ളമൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ കുടിക്കാൻ, നിങ്ങൾ ആ വെള്ളം കുടിച്ചവിടെ ഇരിക്കും. ഇവിടെ ഇപ്പൊ ഇപ്പോഴും എന്താണെന്ന് പറഞ്ഞാല്, ഇപ്പോഴും ഇപ്പൊ ഇവർക്കുള്ള ബേജാറെന്താ പറഞ്ഞാല്, മുജാഹിദിന്റെ ശിർക്കും തൗഹീദും അത് പൊളിച്ചെഴുതുന്നത് എന്ത് ചെയ്യാൻ വയ്യ, അത് പൊളിച്ചടക്കുന്നത് ഇവർക്ക് സഹിക്കാൻ വയ്യ. മനസ്സിലായില്ലേ? അതാണ് ഇപ്പൊ എന്ത് ചെയ്യണത്, മുജാഹിദീങ്ങൾ പല വേഷത്തിലും എന്ത് ചെയ്യണത്, കയറി വരുന്നത്. സഹിക്കാൻ വയ്യ. കാരണം മുജാഹിദുകൾക്കിടയിൽ ഭിന്നിപ്പുള്ളിയിൽ വരെ വിഷമുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ. പ്രത്യേകിച്ചും ഇന്ന് ഈ ജിന്നു മുജാഹിദും മറ്റേ ജിന്നൂരും പല്ലൂരും തമ്മിലൊരു വിവാദം തന്നെ നടന്നു എന്നാണ് കേട്ടത്. അല്ലേ സുഹൃത്തുക്കളെ? അതല്ലേ? അതെ. അത് കേട്ടവരാരെങ്കിലും ഉണ്ടോ ഇതില്? കേട്ടവരാരെങ്കിലും ഉണ്ടാ? ബൾബൂരിയല്ല, ബൾബൂരും ജിന്നൂരും ഒക്കെ ഒന്ന് തന്നെയാണ്. ഉണ്ടാ? കുറച്ച് കേട്ടുക്കണില്ലേ? ലിങ്ക് ഉണ്ടല്ലേ? ഇൻഷാ അല്ലാഹ് ഒന്ന് കേൾക്കണം. അപ്പൊ അത് സംബന്ധമായി, അതായത് മുജാഹിദുകളും മൗലവിമാരും അവരെ സാധാരണക്കാരും ഒക്കെ ഇപ്പം എന്ത് ചെയ്യുന്നത്, പറയുന്നത് ശിർക്കും തൗഹീദും ചെയ്തിട്ടില്ല, അവർ പഠിച്ചിട്ടില്ല, അവർ പഠിപ്പിക്കണില്ല എന്നുള്ള. അപ്പൊ അത് ഇവിടെ ഇങ്ങനെ പഠിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ചിലർക്ക് ഭയങ്കര ബേജാറ്. അപ്പൊ മുജാഹിദുകളെ പലരും എന്ത് ചെയ്യണം, പല ജാതി കുപ്പായം ഇട്ടിട്ട് വരികയാണ്. മനസ്സിലായില്ലേ? പല കുപ്പായം ഇട്ടിട്ട് എന്ത് ചെയ്യാണ്, അവര് വരികയാണ്. ഇതെങ്ങാനും ആരെങ്കിലും പഠിച്ചു പോയാൽ ബുദ്ധിമുട്ടാണല്ലോ എന്നുള്ളൊരു പ്രയാസം കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക കേട്ടാ. ഇപ്പൊ ഇവിടെ നേരത്തെ ഒരാൾ ചോദ്യം ചോദിച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ കഴിഞ്ഞാ, അദ്ദേഹം പോയാ? നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നല്ലോ, ഒരു കണ്ണൂര്, എന്നോടൊക്കെ ഉറങ്ങാൻ പറഞ്ഞിട്ട്, എന്നൊക്കെ ഉറക്കി കെടുത്തിട്ട് വേണം മൂപ്പർക്ക് സമാധാനം കിട്ടുള്ളൂ എന്നുള്ള ആൾക്ക് ഒരാൾ, അദ്ദേഹം പോയാ? പോയില്ലേ? ശരി. ആയിക്കോട്ടെ. എന്നാ വേറെ ഒന്ന് രണ്ടാളുകൾ കൈപൊക്കിക്കണ്ട, അവർ മൈക്കെടുക്കട്ടെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഓക്കെ. സാധാരണ കൂട്ടൂരസ്ഥാന്റെ പ്രസംഗത്തില് കേൾക്കുന്ന ഒരു ഇടക്കിടക്ക് കേൾക്കലുണ്ട്, ഒരു മിസ്ബാഹുൽ വലാം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തിന്റെ പേര്. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ
പ്രതിപാദ്യം അത് ആരുണ്ടാക്കിയതാണ്? അത് തുഹഫ പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥമാണോ? അത് ഇപ്പൊ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണെങ്കിൽ ഉസ്താദ് ഇപ്പൊ മറുപടി പറയണം. എന്താണ് ഈ മിസ്ബാഹുൽ അലാം ഇടക്കിടക്ക് പറയുന്നത്? മിസ്ബാഹുൽ അലാമേ അത് ഫിഖ്ഹിന്റെ കിതാബൊന്നല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഇസ്തിഗാസ ചെയ്യുന്നതിന്റെ അനുഭവങ്ങൾ പറയുന്ന കിതാബാണ് മിസ്ബാഹുൽ അലാം. അപ്പോ ആ കിതാബില് അതിന്റെ ഒരുപാട് അനുഭവങ്ങൾ ബഹുമാനപ്പെട്ടവര് വിശദീകരിച്ച് പറയുന്നത് കാണാം. അത് ഫിഖ്ഹിന്റെ കിതാബോ അങ്ങനെയുള്ള കിതാബൊന്നും അല്ല എന്ന് പ്രത്യേകം ഓർക്കുക. ഓദർ പിന്നെ മറാക്കിഷിയുടേതാണ് ആ കിതാബ്. ആ കിതാബിന്റെ മുഴുവൻ പേര് മിസ്ബാഹുൽ വലാം ഫിൽ മുസ്തഗീസീന ബി ഖൈരിൽ അനാം അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ യഖ്ളത്തി വൽ മനാം. അതാണ് ആ കിതാബിന്റെ മുഴുവൻ പേര്. ഇമാം അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ മൂസ ബിൻ നുഅ്മാൻ അൽ മസാലിൽ മറാക്കിഷി ഹിജ്റ 683 വഫാത്തായ മഹാനാണ്. ഹിജ്റ 683 വഫാത്തായ മഹാനാണ്. അതാണ് ആ കിതാബിന്റെ മുഴുവൻ പേര് മിസ്ബാഹുൽ വലാം ഫിൽ മുസ്തഗീസീന ബി ഖൈരിൽ അനാം അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ യഖ്ളത്തി വൽ മനാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഉണർച്ചയിലും ഉണർവിലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഇസ്തിഗാസ നടത്തിയ ആളുകളുടെ ചരിത്രങ്ങളും സംഭവങ്ങളും പറയുന്ന കിതാബാണ് ഈ കിതാബ്. മനസ്സിലായോ? അതാണ് ബഹുമാനപ്പെട്ട മറാക്കിഷിയുടെ കിതാബ്. അതിൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പല സ്വഹാബത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള പല സംഭവങ്ങളും വിശദീകരിക്കുന്നുണ്ട്. നമ്മളെ മൗലവിമാര് അതൊക്കെ ശിർക്കാണ്, അതൊന്ന് പോലിക്ക് ഇരയേറ്റാൻ നമ്മൾ എന്താ അതിന്റെ ഗൗരവം അങ്ങനെയാണുള്ളത്. ഒക്കെ ഞാൻ വയ്ക്കും. ഉസ്താദെ, ഈ പറഞ്ഞ ഇബ്നു ഖയ്യിമിനൊക്കെ മുമ്പുള്ള ആളാണ് ഈ ഇമാം മറാക്കിഷി എന്ന് പറഞ്ഞ പണ്ഡിതൻ? ഇബ്നു തൈമിയ്യയും മറാക്കിഷിയൊക്കെ ഏതാണ്ട് സമകാലികരാണ്. ഹിജ്റ 668 അല്ലേ ഇബ്നു തൈമിയ്യന്റെ ജന്മം? അല്ലെ? ആർക്കാ ഓർമ്മയുള്ളത്? ഇബ്നു തൈമിയ്യയുടെ ജനനം ഹിജ്റ 668 എന്റെ ഓർമ്മ. ഇത് 683 വഫാത്തായ ആളാണ്. അപ്പൊ എന്തായാലും ഇബ്നു തൈമിയ്യനേക്കാളും പ്രായം കൂടിയ അവരുടെ മുൻകാലത്ത് ജീവിച്ച ആളാണ്. ഇബ്നു തൈമിയ്യന്റെ ജനനം ആർക്കും ഓർമ്മയില്ലേ? ഇത് 668 എന്റെ ഓർമ്മ. ഉറപ്പിക്കണമെങ്കിൽ അപ്പൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പറയാം. 661 അല്ലേ? അതാണ്. ഇത് 661 ഇബ്നു തൈമിയ്യ. അതേ സ്ഥാനത്ത് 683 വഫാത്തായ ആളാണ് ഈ പറഞ്ഞ മറാക്കിഷി. ഇബ്നു തൈമിയ്യയുടെ മരണം 728 728. ഇത് 683 വഫാത്ത്. ഓക്കെ, വയ്ക്കൂ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, നേരത്തെ മൈക്ക് പെട്ടെന്ന് ചാടിയത് ക്ഷമ ചോദിക്കുന്നു. അതല്ല, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇപ്പൊ മുജാഹിദുകാര് എത്ര വിഭാഗാന്ന് അറിയണമെങ്കിൽ സലഫി സെന്ററിൽ ഒരാളെ ജോലിക്ക് നിർത്തേണ്ട ഗതികേട് അവർക്ക് എത്തിയിട്ടുണ്ട്. അവര്
കണ്ണുപൊട്ടി ആനനെ കണ്ട മാതിരിയാണ്. ഇപ്പോ അവർക്ക് തന്നെ അറിയില്ല അവരെത്ര വിഭാഗമാണെന്നും അവർക്ക് തൗഹീദ് എന്താന്നും അല്ലെ ഷിർക്ക് എന്താന്നും ഓർക്ക് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. ഓര് കുറെ കാലം സുന്നികളെ മുശ്രിക്കാക്കാനും കുബൂരികളാക്കാനും നടന്ന ആൾക്കാർക്ക് ഇപ്പൊ അവരെവിടെ എത്തി എന്നുള്ള ഒരു ചിന്താഗതി അവരെ ക്ലാസ് റൂമിലൊക്കെ അവര് തമ്മിൽ തന്നെ കൊത്തി വലിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ മഹാന്മാരായ ഔലിയാക്കന്മാരൊക്കെ ശാപം കുരുത്തക്കേട് തലയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അവർക്ക് ഇപ്പം പിന്നെ ഹുസൈൻ സലഫി, മുജാഹിദ് ബാലുശ്ശേരി അവരൊക്കെ കുറച്ച് കിതാബ് പഠിച്ചു വന്നപ്പോ അവർക്ക് മനസ്സിലായി സംഗതികൾ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ അവരെ പുറത്താക്കാൻ തുടങ്ങി. അതാണ് ഇപ്പൊ അവരുടെ അവസ്ഥ. പ്രത്യേകമായി ഇതാ ചെയ്യുന്ന അപേക്ഷിച്ചു. അസ്സലാമു അലൈക്കും. ഇന്നലെ എറണാകുളത്ത് ഒരു ത്വരീഖത്ത് ഖാദിരിയാണ് എന്തോ ഒരു ത്വരീഖത്തിന് സമ്മേളനമാണ്. ഒരു സുന്നിയൊക്കെ പേരിട്ടാണ് ഒരു സംഘടന രൂപീകരിച്ചത്. അതും നമ്മളെ സമസ്തയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ അവര് ശരിയായ ത്വരീഖത്തിന്റെ ആൾക്കാരാണോ അല്ലോ എന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. അടച്ച തമ്പുരാനെ ഇപ്പൊ ഇത്ര ഒന്നായിട്ട് ഇപ്പൊ ഈ ഇതുവരെ പറഞ്ഞ ശിർക്കും തൗഹീദും ഒന്നും ഇപ്പൊ ആർക്കും ചോദിക്കണ്ട. അതല്ലാത്തൊരു അത്ഭുതമുണ്ട്. എല്ലാ വഹാബിയും ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ഷിർക്ക് തൗഹീദ് എന്ന് കേൾക്കുമ്പോ തന്നെ കാരണം കോട്ടൂർ സാബ് പറഞ്ഞ പോലെ ഷിർക്കും തൗഹീദിലൊക്കെ പേച്ചിങ്ങനെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാണ്ട് തുടങ്ങിയതായിരുന്നു ഇവര്. ഇപ്പൊ എന്ത് ചെയ്യാണ്? ഷിർക്ക് തൗഹീദ് എന്ന് കേൾക്കുമ്പോ തന്നെ മുജാഹിദ് ഓടുകയാണ്. വേറെ ചിലർ കുപ്പായം മാറ്റിയിട്ട് വേറെ വൈക്ക് വരികയാണ് കേട്ടാ. പിന്നെ ഇപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞു എറണാകുളത്ത് ആരോ എന്തോ നടത്തിയെന്ന്. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ആരാ നടത്തിയെന്ന്. ആലുവക്കാരാണോ? ആരേനും ഇത് ചോദിച്ചതിന് ആളാരായിരുന്നു? ചോദ്യകർത്താവ് ആരായിരുന്നു? MHD MHD ആലുവ എന്നുള്ള ആൾക്കാരായിരുന്നോ നിങ്ങൾ നടത്തിയെന്ന് പറഞ്ഞത്? ആണെങ്കിൽ നിങ്ങളൊന്ന് എസ്സടിച്ചാൽ മതി. ആ പുകയില്ലാത്ത അടുപ്പിന്റെ ആൾക്കാർ അവിടെ നിന്നുള്ള ആൾക്കാരായിരുന്നോന്ന്. അല്ല അദ്ദേഹം ഒന്ന് അടിക്കട്ടെ. അറിയില്ല, അതും അറിയില്ല, പിന്നെ ഒന്നും അറിയില്ല. പിന്നെ ഇവിടെ എന്താണ് നിങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ അങ്ങനെ ഒരു വിഷയം തന്നെ അറിഞ്ഞിട്ടില്ല കേട്ടാ. ഈ ആലുവ എന്നുള്ള അതിന്റെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പിഴച്ചവർ തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പണ്ഡിത സംഘടനയും അവർ പിഴച്ചവരാണെന്ന് ഏകകണ്ഠമായി ആലിമ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ്. സംശയിക്കണ്ട, കേട്ടില്ലേ? യാതൊരു സംശയവും വേണ്ട. ഓക്കെ. അത് കഴിഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ്. എന്നാ മറ്റുള്ളവര് ഇവിടെ ഇപ്പൊ ശിർക്കും തൗഹീദും മുജാഹിദിന്റെ ശിർക്കും തൗഹീദുമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? പൊട്ടിപ്പൊളിയുന്ന മുജാഹിദിന്റെ പൊളിഞ്ഞു പാളീസായ ശിർക്കും തൗഹീദുമാണ് ഇപ്പൊ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ചർച്ച ചെയ്യണത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യകർത്താക്കൾക്കൊക്കെ എന്ത് ചെയ്യുക? മൈക്കെടുക്കുക. കോട്ടൂർ ഉസ്താദ് അതിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഉസ്താദ് നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് വിലപ്പെട്ട സമയം എന്ത് ചെയ്യുക? അത് നല്ല ഇറക്കം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്കും ചോദ്യകർത്താക്കൾക്കും കേൾക്കുന്ന ശ്രോതാക്കൾക്കുമെല്ലാം പിന്നെ പഠിക്കാൻ ഉപകരിക്കുന്ന രൂപത്തിൽ എന്നറിയിക്കുന്നു. ഞാൻ മൈക്കോട്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഅ്ജിസത്തിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ നിർവചനം ഒന്ന് പറഞ്ഞു തരാമോ പ്ലീസ്? അസ്സലാമു അലൈക്കും. അതിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല എളുപ്പമുള്ള ഒരു പണി ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നന്നായി പഠിച്ചിട്ടുള്ള വലിയൊരു മൗലാനുണ്ട് ഇവിടെ. ഒരു ഇമാം, ആര്, സലാം മൗലവി എന്ന് പറഞ്ഞ മൂപ്പരോ എടുത്ത് പോയിട്ട് അല്ലാമ തഫ്താസാനി എന്താണ് പറഞ്ഞത് എന്നുള്ളത് എന്ത് ചെയ്യാ? അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. എന്നിട്ട് അതിലുള്ള ആ ഇബാറത്തൊന്നുകൊണ്ട് വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു തരാൻ പറയാം കേട്ടാ. അപ്പൊ അവിടുന്ന് കിട്ടും. മൂപ്പരും പഠിക്കണതേ. നിങ്ങൾക്ക് എല്ലാവരും കൂടി ഒപ്പം പഠിക്കാൻ നല്ലത് അതാണല്ലോ. ഉസ്താദും ശിഷ്യന്മാർക്കും എല്ലാം കൂടി ഒപ്പം പഠിക്കാൻ നല്ലത് അതാണ്. എന്താണ് മുഅ്ജിസത്തിന് പറഞ്ഞിട്ടുള്ള നിർവചനമെന്ന് പള്ളി ദർസിലൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അല്ലാമ തഫ്താസാനി എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു തരാൻ പറയും കേട്ടാ. ഓക്കെ, നിങ്ങൾ കേട്ടാ? ഇപ്പൊ ചോദ്യകർത്താവ് കേട്ടാ?
കേട്ടോന്ന്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയണമൊക്കെ ഇവിടെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്. അത് അറിയണവർ തന്നെയാണ്, അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ്. ഇതിപ്പോ ചർച്ച മാറ്റാൻ വേണ്ടി വരുന്നതാണേ. ചോദ്യകർത്താവ് കേട്ടോന്നാ ചോദിക്കണത്. കേട്ടുകണി ഒന്ന് എച്ചരിക്കുക. ഞാനിപ്പോ ഈ പറഞ്ഞ ചോദ്യകർത്താവ് കേട്ടോ? അതെ അതെ, കേട്ടുകണെങ്കിൽ ഒന്ന് എച്ചരിക്കൂ സുഹൃത്തെ. കേട്ടുകണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മൈക്കെടുക്കണ്ട. കേൾക്കണില്ലേ പിന്നെ നിങ്ങൾ മൈക്കെടുക്കണ്ട. കേൾക്കാത്ത ആളുകളോട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ മുശ്രിക്കാവും മുജാഹിദിന്റെ ഭാഷപ്രകാരം. കേട്ടുകണി ഒന്ന് എച്ചരിച്ചാ മതി. ഇതൊരു ആൻസർ അല്ലല്ലോ. ഇത് നല്ല ആൻസറാണ് കേട്ടാ, നല്ല ആൻസറാണ്, നല്ല ആൻസറാണ്. കാരണം അവിടെ കിതാബൊക്കെ തീരുന്ന ആൾക്കാരുള്ള സ്ഥലല്ലേ. അതുകൊണ്ട് കിതാബ് അതിന്റെ ഇത് ഞങ്ങൾ പറഞ്ഞല്ലോ. ഷർഹുൽ അഖായിദ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ആ ഗ്രന്ഥത്തില് അല്ലാമ തഫ്താസാനി എന്ത് ചെയ്തിട്ടുണ്ട്? അത് അതിന്റെ നിർവചനം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ മൗലവിയുണ്ടല്ലോ, അയാളോടൊന്ന് വായിച്ചിട്ട് അതിന്റെ അർത്ഥം ഒന്നും പറഞ്ഞു തരീന്നറിയാം കേട്ടാ. അതാണ് നല്ലത്. ഓക്കെ. അതിന്റെ നേരത്തെ ആള് വീണ്ടും കൈപൊക്കിയിട്ടുണ്ട്. EM കണ്ണൂർ, നേരത്തെ കോട്ടൂർ ഉസ്താദായിട്ട് സംസാരിച്ചിരുന്ന EM കണ്ണൂർ മൈക്കെടുത്തോളൂ. മറ്റാൾ ചെവി കേൾക്കണില്ലാവുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് എന്ത് വേണ്ട, ചെവി കേൾക്കാത്തവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ് കേൾക്കാത്തവരോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മൈക്ക് വിട്ടു. അത് അതിന്റെ ആളായതുകൊണ്ടാണ് അങ്ങോട്ട് വിടുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ആളാണ്. ബാവാമീറ അല്ല, വാടനപ്പള്ളി ഉസ്താദെ, ഞാൻ ബാവാമീറാന്ന് ഓർച്ചേച്ച്. ചോദ്യകർത്താവിനെയും അവരുടെ നിലപാടിനെയും അവരുടെ ഇതെല്ലാം അറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വാടാനപ്പള്ളി ഉസ്താദെ, ചോദിച്ച ചോദ്യകർത്താവ് ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ അറിയാവുന്നത് കൊണ്ടാണ് ആ രൂപത്തിൽ മറുപടി പറഞ്ഞത് കേട്ടാ എന്ന് മറ്റുള്ള ശ്രോതാക്കളെയും അറിയിക്കുന്നു. ഞാൻ മൈക്ക് വിട്ടു. EM കണ്ണൂർ മൈക്ക് എടുത്തോളൂ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും ഉസ്താദെ. ഉസ്താദ് ചെവി കേൾക്കാത്തെന്ന് ഉദ്ദേശിച്ചു? നിങ്ങളുടെ ചോദ്യത്തിനാണ് ഉത്തരം പറഞ്ഞത്. നല്ല വിവരമുള്ള ആളോട് ഇങ്ങോട്ട് ചോദിച്ചോളിയെന്ന്. ഞാൻ ഗ്രന്ഥത്തിന്റെ പേര് ഞാൻ പറഞ്ഞു വന്നു. അത് പള്ളി ദർസിലൊക്കെ പഠിപ്പിക്കുന്നതാണ്, ഉയർന്ന ഉസ്താദുമാരൊക്കെ പഠിക്കുന്നതാണ്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതാണ്. ആ ഗ്രന്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാമ തഫ്താസാനി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹാപണ്ഡിതനാണ്. എല്ലാവരും അംഗീകരിക്കുന്ന അശ്അരി തരീഖത്തിലെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ നിർവചനം. അത് നിങ്ങൾക്ക് തിരിഞ്ഞാ? ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങൾക്ക് തിരിഞ്ഞോ? ചോദ്യകർത്താവിന് തിരിഞ്ഞോ? തിരിഞ്ഞിങ്ങനെ ഒന്ന് എച്ചടിച്ചാൽ മതി. ഞാനിപ്പോ ഈ പറഞ്ഞ നിങ്ങൾക്ക് തിരിഞ്ഞോ? ഞങ്ങൾ പറയാൻ പറ്റും. ഞങ്ങൾ ഇല്ല നിങ്ങൾക്ക് തിരിഞ്ഞിട്ട് നിങ്ങൾ അവിടെ കുത്തിരുന്നോളിട്ടാ. EM കണ്ണൂർ മൈക്കെടുത്തോളൂ. എന്നോട് ഞാൻ DC ആയിപ്പോയി, ക്ഷമിക്കണം. ഞാൻ ഒരു ഉപചോദ്യത്തിൽ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു. അത് ദിവസം 2 പ്രാവശ്യം മൈക്കെടുത്തിട്ട് പറഞ്ഞില്ല. ഈ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും വഹാബി നേതാക്കന്മാർക്കും ഇതേ അഭിപ്രായം തന്നെയല്ല, കേൾക്കില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഉള്ളത്. പിന്നെ അതിന്റെ ഇടയിൽ കേൾവിക്കാരൻ ഉസ്താദിനോടൊരു ചോദ്യം, ഈ സലാം ബാക്കവി ജാഹിലാണോ? അത് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഈ മറ്റേ വഴിക്ക് നിങ്ങൾ തിരിച്ചു വിടണ്ട. നിങ്ങൾക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആലുവ തരീഖത്തിന്റെ ചർച്ച ചെയ്യാലോ കേട്ടാ. ഞമ്മക്ക് ആലുവ തരീഖത്തിന്റെ ചർച്ച ചെയ്തൂടെ EM കണ്ണൂരെ? പിന്നെന്തിനാ ഇപ്പൊ നിങ്ങളിപ്പോ വഹാബിനെ പോലെ എന്ത് ചെയ്യുന്നത്? ഏണി അങ്ങോട്ട് ചരിച്ചു വെക്കണം എന്തിനാ? ഞങ്ങൾക്ക് അറിയാലപ്പോ ഇത് കേട്ടാ. ഓക്കെ. പുറത്തുള്ളവരാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. പുറത്ത് ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. കേൾക്കൂല, മരിച്ചവർ കേൾക്കൂല എന്ന് വാദിക്കുന്നത്, കേൾവിയില്ല അവരറിയില്ല എന്ന് വാദിക്കുന്നത് കേരളത്തിലെ വഹാബി മൗദൂദികളാണ്. അതേപ്പോ ഞങ്ങൾക്ക് അറിയുള്ളൂ കേട്ടാ. അതല്ലേ നിങ്ങളൊരു ചോദ്യം? ഓക്കെ. ഇൻഷാ അല്ലാഹ്. ബാമീറിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പോയത്. അതിന്റെ ഇടയ്ക്ക് ഒരാൾ ചെയ്യേണ്ടത്, കേൾവിക്കാരൻ ഉസ്താദ് എപ്പോഴും ചോദ്യകർത്താവിനെ ഒരു എതിരാളിയായിട്ടാണ് അവതരിക്കുന്നതെന്നോ. അല്ല, അത് ആളറിയുന്നത് കൊണ്ടാണ് കേട്ടാ.
ഇതേ ഇന്നൊന്നലെ തുടങ്ങിയതല്ല, ഞങ്ങള് 4 കൊല്ലായി, മനസ്സിലായോ? 4 കൊല്ലായി ഞങ്ങൾ എന്ത് ചെയ്യണ്, ഇത് ഇങ്ങനെ എടുത്ത് പറയുകയും ഈ ശബ്ദങ്ങൾ പലരുടെയും കേൾക്കുകയും പലരുമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് തിരിച്ചറിയുന്ന കുറെ ആളുകൾ ഇതിൽ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ അവരുടെയൊക്കെ ചോദ്യം അവരെങ്ങോട്ടാണ്, ഇവിടെ നേരത്തെ ഇപ്പൊ ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് ഇത്രയും സമയം മെനക്കെട്ടൊരു വിഷയം വിശദീകരിച്ചപ്പോഴേ വഹാബികളൊക്കെ എന്ത് ചെയ്തു, വന്നു നോക്കിയിട്ട് അങ്ങനെ പോയി. പിന്നെ അതിൽ ചിലരൊക്കെ എന്ത് ചെയ്തു, കുപ്പായം മാറ്റിയിട്ട് വേറെ രൂപത്തിൽ വന്നു. എന്നിട്ട് ഈ വിഷയം എന്ത് ചെയ്യും, ശിർക്കും തൗഹീദും അത് ജനങ്ങൾ പഠിക്കണത് എന്താക്കണം, ഇല്ലാതാക്കണം. അതിന് തൽക്കാലം വേറെ എന്തെങ്കിലും എന്ത് ചെയ്യാ വിഷയം പറഞ്ഞിട്ട് ഇവിടെ ചർച്ച ഒന്നാണ് വഴിതിരിച്ചു വിടാം എന്ന് കരുതിയിട്ട് പിന്നെ ഉള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതാ നടത്തുന്ന ആളുകളെ ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് കേട്ടാ. അതാണ് ഓക്കെ. ഞാൻ മൈക്ക് വിട്ടു. നിങ്ങൾ വന്ന് ചോദിച്ചോളൂ, മൈക്കിൽ വന്ന് ചോദിച്ചോളൂ. ആ ടെസ്റ്റ് അടിക്കുന്ന ആൾ മൈക്കിൽ വന്ന് ചോദിച്ചോളൂ. തീർച്ചയായിട്ടും ഇവിടെ മറുപടി പറയും കേട്ടാ. എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്നുള്ള ഒക്കെ എന്ത് ചെയ്യും ഇവിടെ വിശദീകരിക്കും. ഇൻഷാ അല്ലാഹ് കോട്ടൂർ ഉസ്താദ് എന്നെ പറയേണ്ടതാണ്. ഓക്കെ, മൈക്കിൽ വന്നോളൂ കേട്ടാ. ഞാൻ മൈക്ക് വിട്ടു. ആരും എടുക്കാത്തോടെടുത്ത ഞാൻ ആ ടെസ്റ്റ് എടുക്കാൻ കാരണം ഞാൻ ഇതിന്റെ മുമ്പ് ഒരിക്കൽ ചോദിച്ചപ്പോഴും അതേമാതിരി നിങ്ങളെ പ്രതികരണം ഉണ്ടായത് ഒരു ശത്രുപക്ഷത്ത് നിർത്തുമ്പോൾ നിങ്ങൾ എപ്പോഴും മറുപടി പറയണം. അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം. ഞാൻ അങ്ങനത്തെ ഒരാളും അല്ലായിരുന്നു. സുഹൃത്തെ, നിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. നിങ്ങളോട് പറഞ്ഞ എന്താണ്, നിങ്ങൾ ഇവിടെ ചോദിച്ചത് എറണാകുളത്ത് ആരോ എന്തോ സമ്മേളനം നടത്തിയിരുന്നു, അതാരാണ്, അത് ശരിയാണോ എന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചോദിക്കണത്. ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്, മനസ്സിലായോ? പിന്നെ ഞങ്ങളോടൊന്ന് പറഞ്ഞു അത് ആലുവക്കാരാണെങ്കിൽ അത് പിഴച്ചു തന്നെയാണ്. ഇതിലെവിടെ ഞാൻ നിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി സുഹൃത്തെ? നിങ്ങൾ വഹാബികളെ പോലെ വർത്താനം പറയില്ലേ. നിങ്ങൾ ഇവിടെ ഒന്ന് ചോദിച്ചത് എന്താ, എറണാകുളത്ത് ആരോ എന്ത് ചെയ്തിട്ടുണ്ട്, മീറ്റിംഗ് കൂടിയിട്ടുണ്ട്, അവര് സുന്നികൾ തന്നെയാണോ, അത് ശരിയായ തരീഖത്ത് തന്നെയാണോ, ഇതല്ലേ നിങ്ങൾ ചോദിച്ചത്? ആണെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി സുഹൃത്തെ. ആണോ? അതെ, ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞത് എന്താണ്, അറിയില്ല. ആരാണ് അവിടെ കൂടിയെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു സമ്മേളനം അറിഞ്ഞില്ല. ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞില്ല സുഹൃത്തുക്കളെ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഉസ്താദ്മാരാരെങ്കിലും അറിഞ്ഞിക്കണ? ഇല്ല. പിന്നെ ഇവിടെ ഒന്നും ആർക്കും അറിയാത്തൊരു കാര്യങ്ങളൊന്നും വേണ്ട. അവിടെ ആരോ കൂടിയിട്ടുണ്ട്, അത് ആരാണ് എന്താണെന്ന് ചോദിച്ചാൽ നേരെ മറിച്ച് നിങ്ങൾ എന്ത് പറയണം, അതിന് പകരം നിങ്ങൾ എന്ത് പറയണം, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു തരീഖത്ത് അറിയപ്പെടുന്നുണ്ട്, അതിന്റെ ആൾ ഇന്ന ആളാണ്, അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാ, ഞങ്ങൾക്ക് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? അത് ഞങ്ങൾ സ്വന്തം പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ സംഘടനയായിട്ട് എത്ര സംഘടന ഉണ്ടോ ആ എല്ലാ ആലിമീങ്ങളും ഒരുമിച്ച് ഏകീകരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഈ ആലുവ തരീഖത്ത് എന്ന് പറയുന്നത് പഴച്ചതാണ്. അപ്പൊ നമ്മൾ ആലിമീങ്ങൾ എല്ലാവരും ഒരുമിച്ചൊരു കാര്യം പറയുമ്പോ പിന്നെ ആലിമീങ്ങളൊന്നല്ലാത്ത ഏതെങ്കിലും ജാഹിലീങ്ങൾ പറഞ്ഞതിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ഇതിലെവിടെ ഞാൻ നിങ്ങളെ എതിർപക്ഷത്ത് നിർത്തി സുഹൃത്തെ? നിങ്ങളെ എതിർപക്ഷത്ത് നിർത്തിയോ ഞാൻ ഈ സംസാരത്തിൽ? സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയോ ഇദ്ദേഹത്തെ ഞാൻ എതിർപക്ഷത്ത് നിർത്തി എന്ന് പറഞ്ഞിട്ട്? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ചോദിച്ചതിന് മറുപടി പറഞ്ഞു. പിന്നെ ആ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തു, ആലുവയാണെന്നുണ്ടെങ്കിൽ പേച്ചതാണെന്ന് പറഞ്ഞു. അതൊരു എതിർപക്ഷമായിട്ട് നിങ്ങൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടാ. അപ്പൊ ഞങ്ങൾക്ക് ചിലത് മനസ്സിലാവും നിങ്ങൾ ഏത് പക്ഷത്താണുള്ളത്, മനസ്സിലായോ? അത്ര അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ മൈക്കോട്ടെ. ഈ അടുത്ത കാലത്ത് പേരട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു പ്രസംഗം യൂട്യൂബിലും ഫേസ്ബുക്കിലും അതേപോലുള്ള സോഷ്യൽ മാധ്യമങ്ങളിലൂടെ എല്ലാം ഏറെ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതുവരെ ഈ മുടി ഉസ്താദിന് കൈമാറാത്തതെന്നും ഇപ്പോൾ നബിയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് അല്ല, അങ്ങക്കൊക്കെ എന്ത് ചെയ്യും പൊള്ളുത് പറയുമ്പോന്ന് ഞങ്ങൾക്ക് മനസ്സിലാകണ്ട. അതാണ് മൂപ്പരുടെ ഊക്ക് കൂട്ടിയത്. ജമാലിനോട് സാവകാശം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ജമാൽ, നിങ്ങള് CP ഹുസൈൻകുട്ടി കാസിമിയുടെ സഹോദരനല്ലേ? ആണെങ്കിൽ ഒന്ന് എസ് അടിച്ചാൽ മതി. CP ഹുസൈൻകുട്ടി കാസിമിയുടെ സഹോദരനല്ലേ നിങ്ങള്? അല്ല, നിങ്ങളെ പിതാവിന്റെ പേര് അബൂബക്കർ എന്നല്ലേ? നിങ്ങളെ പിതാവിന്റെ പേര് അബൂബക്കർ എന്ന് അതുമല്ല? ആയിക്കോട്ടെ, ഞാനിപ്പോ ഞാൻ എന്ത് ചെയ്യണില്ല. മൂപ്പര് നിഷേധിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനത് നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോ നമ്മളെ നിർവാഹമില്ലല്ലോ. ഓക്കെ. പിന്നെ കോഴിക്കോട് ജില്ല ഈ ആലുവ തരീഖത്തിന്റെ ഖലീഫയും നിങ്ങളുമായിട്ട് വല്ല ബന്ധമുണ്ടോ ജമാൽ? ഉണ്ടാ? ഉണ്ടെങ്കിൽ ഒന്ന് ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ, വിട്ടു. അതൊന്നും നിങ്ങളല്ലെങ്കിൽ പിന്നെ വിട്ടു. ഓക്കെ. അപ്പൊ ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇങ്ങനെ ബേജാറായി പ്രസംഗിക്കണ്ട കേട്ടാ. ബേജാറായിട്ട് എന്ത് ചെയ്യണ്ട, എടങ്ങാറായിട്ട് പ്രസംഗിക്കണ്ട. പ്രസക്തമായ എന്തെങ്കിലും നേർക്കുനേരെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക എന്ന് അറിയിക്കുന്നു. ഞാൻ ആത്മാസംഘയുടെ ഒരു പ്രസംഗത്തിൽ കേട്ട കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. അതിന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ആ പ്രസക്തമായ ഭാഗം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പിന്നെ എന്നെപ്പറ്റി നിങ്ങൾ ആള് മാറിപ്പോയതാണ്. എന്റെ പേരോ എന്റെ വാപ്പന്റെ പേരോ ജ്യേഷ്ഠന്റെ പേരോ അതൊന്നുമല്ല. നിങ്ങൾ വിചാരിച്ച ആളെയല്ല ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ ആരാണെന്ന്. അത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എന്താ ചോദ്യം ചോദിക്കാൻ അനുവാദമുണ്ടോ ഇല്ലേ? ഒന്ന് പറഞ്ഞുതരൂ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി ആ ചോദ്യം നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചോദിക്കാം. പേരോടിന്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു: നബിയുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതുവരെ ഈ മുടി ഉസ്താദിന് കൈമാറാത്തതെന്നും ഇപ്പോൾ നബിയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദിനോട് അഹമ്മദ് അവർകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. അല്ല, നിങ്ങൾ കുടിച്ചത് എല്ലാരും കുടിക്കണതല്ലേ? അല്ല ജമാലെ? അല്ല, അകത്താക്കിയത് എല്ലാരും കഴിക്കണതല്ലേ ആക്കിയത്? അല്ല, മൂപ്പരിപ്പോഴേ മിമിക്രി നടത്തിയാ തോന്നുന്നുണ്ട് അല്ലേ? എന്താ ചെയ്യ പാവം. എന്നിട്ട് എന്താണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ പേരോട് ഉസ്താദിന്റെ സംസാരത്തിൽ എന്താണ് നിങ്ങൾക്കുള്ള ചോദ്യം അത് നിങ്ങൾ പറഞ്ഞോളൂ. മാഷാ അല്ലാഹ്, കോട്ടൂർ ഉസ്താദ് ബൈക്കെടുക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ഇദ്ദേഹം ചെയ്യുന്ന പണി എന്താന്ന് പറഞ്ഞാല് അത് ഈ വഹാബികളും മൗദൂദികളും അവരെ താങ്ങുന്ന ചില ആളുകളൊക്കെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണിയാണ്. എന്താണ്? പേരോട് ഉസ്താദ് പറഞ്ഞ മറ്റൊരു സ്ഥലത്ത് പ്രസംഗിച്ചൊരു പ്രസംഗം, സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ പ്രസംഗം, അതും അതുപോലെ തന്നെ മർക്കസിൽ വെച്ച് നടത്തിയ പ്രസംഗം, ഇത് രണ്ടും വൈരുദ്ധ്യമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഹീനമായ ഒരു ശ്രമം, വളരെ തരം താഴ്ന്ന ഒരു ശ്രമം. കാരണം അതിന് സാധ്യമല്ല. അത് വൈരുദ്ധ്യമല്ല. രണ്ട് സ്ഥലത്തും പറഞ്ഞത് രണ്ട് വിഷയമാണ്, രണ്ട് സന്ദർഭമാണ്. ഇതൊക്കെ എല്ലാവരും കേട്ടതാണ്, ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്തതുമാണ്. അതാണിപ്പോ മൂപ്പര് ജമാൽ കൊടുവള്ളി ഇപ്പം എന്ത് ചെയ്യണത്? ഭയങ്കര കാര്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിനാണ് മൂപ്പരിപ്പ് ഈ മിമിക്രിയൊക്കെ എന്ത് ചെയ്യണത്, നടത്തുന്നത്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും മനസ്സിലായോ? ഏതായാലും കോട്ടൂർ ഉസ്താദ് മൈക്കെടുക്കട്ടെ, ഞാൻ മൈക്കൂട്ടും.
അല്ല ഉസ്താദ്, ഞാൻ ആ മിമിക്രി കേട്ടപ്പോ തന്നെ അങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മക്കൊന്ന് കേൾക്കണല്ലോ. അപ്പൊ ബാധിച്ചാ പോലെ തെളിവ് പറയണം. ജമാൽ കൊടുവള്ളി, നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ പേരോട് ഉസ്താദ് പ്രസംഗിച്ച ഒരു പ്രസംഗം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. കേട്ടോ, അത് ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഒരു പ്രസംഗം പിന്നെ പേരോട് ഉസ്താദ് എന്നല്ല, ഒരു മനുഷ്യൻ പ്രസംഗിക്കാൻ സാധ്യതയില്ലാത്ത പ്രസംഗമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അത് അവിടുന്ന് ഇവിടുന്ന് എടുത്ത് കട്ട് മുറിച്ചിട്ടാല് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പേരോട് ഉസ്താദ് ആ പ്രസംഗിച്ചത് എവിടെ പ്രസംഗിച്ചതാണെന്നും ഒന്ന് പറയാ. എന്നിട്ട് എന്താക്കുക, അതൊന്ന് കേൾപ്പിക്കും ചെയ്യാം. നിങ്ങളിപ്പോ പറഞ്ഞ രീതിയിൽ ഒരു പ്രസംഗം പേരോട് ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കേൾപ്പിക്കും. നിങ്ങൾ മൈക്കെടുത്തോളൂ. ഞാനിപ്പോൾ പറഞ്ഞത് രണ്ട് പ്രസംഗത്തിലെ രണ്ട് ഭാഗങ്ങളാണ്. അത് ഒരു ഭാഗം ഒരു സ്ഥലത്ത് വെച്ചും ഒരു ഭാഗം മറ്റൊരു സ്ഥലത്തും ഒന്ന് മർക്കസിൽ വെച്ച് പറഞ്ഞതാണ് ആയിരിക്കാം, എനിക്കറിയില്ല. ഞാൻ സ്ഥലവും സന്ദർഭവും എനിക്കറിയില്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. യൂട്യൂബിൽ പേരോട് സ്വപ്നം എന്ന രണ്ട് പദം ടൈപ്പ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഇത് ലഭ്യമാകുന്നതാണ്, ആർക്കും ഇത് കേൾക്കാവുന്നതാണ്. ഏറ്റവും ടോപ്പിൽ തന്നെ പിന്നെ അത് വരുന്നതുമാണ്, ആർക്കും കേൾക്കാവുന്നതാണ്. ഇനി ഇത് ഒരു ഭാഗവും രണ്ട് ഭാഗമാണ് അത് തിരക്കടില്ല സുഹൃത്തെ. എവിടുന്നെങ്കിലും കിട്ടണ അങ്ങനൊക്കെ ഉണ്ടാവും കേട്ടാ. ഞങ്ങള് കണ്ടില്ല, ഞങ്ങളെ പച്ച മലയാളത്തിൽ തിന്നാൻ കിട്ടുന്ന സാധനം കാണുമ്പോ മൂന്ത കൊണ്ടുപോയി അയിമക്ക് കുത്തലില്ല. നേരെ മറിച്ച് കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് അത് ശരിക്ക് പരിശോധിച്ച് തിന്നാൻ പറ്റിയ ഒരു അവസ്ഥ അള്ളാഹു തആല ഞങ്ങൾക്ക് വലിയ നിഅമത്തായി തന്നിരിക്കണം. പച്ച മലയാളത്തിൽ പറയാൻ ഞങ്ങൾ മനുഷ്യന്മാരാണ് എന്നർത്ഥം. വേറെ ചില സാധനങ്ങൾ നമ്മളെ ദുന്യാവിൽ കുറെ ജീവികളെ ഐറ്റകൾ കൊണ്ടുപോയിട്ട് കാടിവെള്ളത്തിൽ അങ്ങോട്ട് തലടല്ല. ഇത് കൈ പിടിച്ച് കുടിക്കാനുള്ള ആഫിയത്തും ആരോഗ്യമൊന്നും അള്ളാഹു തആല കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബ് കൊണ്ടുപോയി തലട്ട അങ്ങനെ ഉണ്ടാവും. യൂട്യൂബ് കൊണ്ടുപോയിട്ട് തലയിടാനുള്ളതല്ല. യൂട്യൂബ് എന്നൊരു സംഗതി കേട്ടാലേ ഏറ്റവും ചുരുങ്ങിയത് അള്ള എമ്മക്ക് എന്നൊരു തലച്ചോറുണ്ടല്ലോ, അതുകൊണ്ട് ആലോചിച്ചു ഇങ്ങനൊരു പ്രസംഗം ഉണ്ടാവുമോന്ന്. എന്നിട്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കണല്ലേ ഇത് രണ്ട് സമയത്ത് രണ്ട് സ്ഥലത്ത് വെച്ച് പ്രസംഗിച്ചതാണ്, അത് എവിടുന്ന എനിക്ക് പിടുത്തല്ല എന്നൊക്കെ. എന്നാ അതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടാണ് അതിനെ പരിഹസിക്കലും കളിയാക്കലും ചോദ്യം ചെയ്യലൊക്കെ. മനസ്സിലായോ? ആദ്യം അതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വരിക, എന്നിട്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കുക. അങ്ങനെയാണ് ശരിയായ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു മിതമായ ഭാഷയാണ് ഞങ്ങളിവിടെ പറയണത്. അതുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്നതൊന്നും ശരിയല്ല. യൂട്യൂബിലോ മറ്റു വല്ല സ്ഥലത്തോ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതങ്ങ് അവതരിപ്പിക്കാനുള്ളവരല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാല്. മനുഷ്യന് പ്രത്യേകമായൊരു കഴിവ് വിവേകം ബുദ്ധിയ. അത് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ അത് രണ്ട് സ്ഥലത്ത് നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാകണ്ടല്ലോ. അത്രയും പച്ചയായ രീതിയിൽ കൃത്രിമം കാട്ടിയതുകൊണ്ടാണല്ലോ ഇത് ഇല്ലാതിരിക്കണം എന്ന് അത് എങ്ങനെയെങ്കിലും ഒന്ന് പേരോടിന് കൊടുക്കാൻ പറ്റിയ രീതിയിലാകണമെന്ന് ആശിച്ച നിങ്ങൾക്ക് പോലും അതിൽ പച്ചയായ കൃത്രിമമുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് അത് എവിടെ എങ്ങനെയൊക്കെ പറഞ്ഞതാണ് എന്ന രീതിയിലൊന്നും പരിശോധിച്ചിട്ടാണ് നിങ്ങൾ എന്താക്കേണ്ടത്, അത് ചെയ്യേണ്ടത്. വേണ്ടി വന്നാൽ നമ്മുടെ അഡ്മിന്മാര് അതിന്റെ ശരിയായ രീതി ഇവിടെ കേൾപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അതുകൂടി ജമാൽ കൊടുവള്ളി മറക്കണ്ടെന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം. ഹലോ, അസ്സലാമു അലൈക്കും. റഷീദ് എഡിസി ആയിരുന്നു തോന്നുന്നു, മൈക്ക് പോയതായിരുന്നാലും. പിന്നെ ജമാൽ കൊടുവള്ളി പറഞ്ഞിരുന്നല്ലോ, കൊടുവള്ളി സാഹിബ് പറഞ്ഞ മറുപടി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഓക്കെ. ജമാൽ കൊടുവള്ളി പറഞ്ഞത് ഈ ചോദ്യം നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ വേറെ ചോദ്യമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പറ്റായി അല്ല, ചോദിക്കാൻ നിങ്ങളെ പറ്റായി ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ വേറെയും ചോദ്യമുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ചോദ്യം നിങ്ങൾ ചോദിച്ചോളൂ. ആ ചോദ്യം നിങ്ങൾ ചോദിച്ചോളൂ. ഈ ചോദ്യം തന്നെ ചീറ്റി എന്ന് ഇവിടെ കോട്ടൂർ നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യം പറ്റില്ലെങ്കിൽ വേറെ ചോദ്യം ഉണ്ട് നിങ്ങൾ അഡ്വാൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങളെ കൊള്ളില്ല എന്നതുകൊണ്ട് ആ ചോദ്യം തൽക്കാലം നമ്മളോട് ഇരിക്കട്ടെ. നിങ്ങൾ വിവരങ്ങളൊക്കെ പഠിച്ചു വന്നിട്ട് ഇത് എവിടെ പ്രസംഗിച്ചതാണ്, എങ്ങനെ പ്രസംഗിച്ചതാണ്, ആരാണ് ഇത് കൂട്ടിച്ചേർത്തത്, ഇത് എങ്ങനെയാണ് വന്നത്, അതൊക്കെ ഒന്ന് പഠിച്ചു വന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. STV ഉണ്ടാവും ഇവിടെ എല്ലാ ദിവസവും 24 മണിക്കൂർ ഉണ്ടാകുന്ന റൂമാണ് അവിടെ നമുക്ക് വേറെ ചോദ്യങ്ങൾ എടുത്തപ്പോൾ ഉണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ചോദ്യത്തിലേക്ക് വരും. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു.
ചോദ്യം, നിങ്ങളുടെ ഓപ്ഷൻ, നിങ്ങൾക്ക് ഏത് വിഷയം തന്നോളൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം തന്നോളൂ, ഞാൻ അതേപ്പറ്റി ചോദിച്ചോളാം. പക്ഷെ അതിനു മുമ്പേ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന്. ഈ ഒരു ക്ലിപ്പിൽ അത് 2 പാർട്ടുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ പേരിൽ അത് കൃത്രിമമാകുന്നില്ല. അല്ല, അത് കൃത്രിമാണോ അല്ല എന്നുള്ള ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ എല്ലാവർക്കും തിരിഞ്ഞല്ലോ. 2 പാർട്ടാണ്, 2 സ്ഥലത്ത് പ്രസംഗിച്ചതാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നത്. എന്നിട്ട് അത് 2ഉം കൂടി കൂട്ടി യോജിപ്പിച്ചതാണ് നിങ്ങളെന്നെ സമ്മതിക്കുന്നു. മനസ്സിലായോ? അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും നിങ്ങൾക്കില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. മനസ്സിലായോ? ആയിക്കോട്ടെ. എന്നാ നമുക്ക് അതൊന്ന് കേട്ടോക്കാം. ബഹുമാനപ്പെട്ട KCS തങ്ങള് അതൊന്ന് കേൾപ്പിക്കും ബാവാമിയർ മൈക്കെടുത്തതിന് ശേഷം കേട്ടാ. അത് ഒറിജിനൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് കേട്ടാ. ഈ ക്ലിപ്പൊക്കെ യൂട്യൂബ്, അതല്ലേ ഞങ്ങൾ പറഞ്ഞത്. ഈ കള്ളന്മാര്, ഇങ്ങനെ കുറെ കള്ളന്മാരുണ്ട്. ആ കള്ളന്മാര് നടത്തുന്ന തട്ടിപ്പുകളുടെ ഭാഗമാണ് അതൊക്കെ. മനസ്സിലായോ? ഇൻഷാ അല്ലാ. ബാവാമിയർ മൈക്കെടുക്കണില്ലേ? ബാവക്ക മൈക്ക് എടുക്കണ്ടില്ലേ? ബാവക്ക റൈസാൻഡ് ഒഴിവാക്കിയേ, അതോ മൈക്ക് കിട്ടായിട്ടാണോന്ന് അറിയില്ല. ഇല്ല. ഓക്കെ. എന്നാ തങ്ങളാ ഒന്ന് കേൾപ്പിച്ചോളൂ. ജമാലും ഒന്ന് കേട്ടോളൂ കേട്ടാ. ഓക്കെ, ഞാൻ മൈക്ക് വിട്ടു. വെയിറ്റ്. തങ്ങള് അത് എന്ത് ചെയ്ത് എന്റെ രക്ഷ എടുക്കാം. അപ്പൊ ഏതാണെങ്കിലും ഇപ്പൊ ജമാല് തന്നെ എന്ത് ചെയ്യുന്നു? അല്ല, അതിന് തങ്ങളെ ഇത് ചെയ്യാ, കോണ്ടാക്ട് ലിസ്റ്റ് ഓൺലി ആക്കുക ഇങ്ങനെയുള്ള സമയത്ത്. കോണ്ടാക്ട് ലിസ്റ്റ് ഓൺലി ആക്കുക ഇങ്ങനെയുള്ള സമയത്ത്. മറ്റേതിപ്പോ ഇങ്ങനെ ഒന്നായിട്ട് കൂട്ടത്തോടെ എനിക്കറിയാം. ഞാനൊക്കെ കോണ്ടാക്ട് ലിസ്റ്റ് ഓൺലി എങ്ങാനും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ ഒഴിവാക്കിയപ്പോ സുബ്ഹാനല്ലാഹ് ഒരു 10-60 PM ഒന്നായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിറഞ്ഞങ്ങട്ട്. പിന്നെ എനിക്ക് കണ്ണു കാണാത്തായി. എവിടെയാണ് എന്താണെന്നുള്ള ഒരു ഡെസ്ക്ടോപ്പ് ആകെ അങ്ങോട്ട് നിറഞ്ഞ്. ഇത് മൗസ് പോയിന്റ് എവിടെ കിടക്കണമെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലായി. അപ്പോ അതില് മഹാഭൂരിപക്ഷം എന്താണ്? വഹാബികളുടെ, മുജാഹിദീങ്ങളുടെ ഒക്കെ പച്ചത്തെറിയാണ് കംപ്ലീറ്റ്. അവരുടെ ദേഷ്യം അതെല്ലാം കൂടി ഇങ്ങോട്ട് PM-ലൂടെ അങ്ങോട്ട് മറ്റേ ഉരുളുപൊട്ടി വരുന്നത് പോലെ ഒന്നായിട്ടുണ്ട് വന്നതാ. മനസ്സിലായില്ലേ? അപ്പൊ ആ ശല്യം കാരണമാണ് എന്ത് ചെയ്യണത്? കോണ്ടാക്ട് ലിസ്റ്റ് ഓൺലി ആക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, തങ്ങളത് കിട്ടിയാലൊന്നും ചെയ്തോളൂ കേട്ടാ. അപ്പേക്ക് ബാക്ക ഒന്നുകൂടി മൈക്കെടുത്തോളൂ. ഞാൻ മൈക്ക് വിട്ടു. ഹലോ, പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ. ജമാൽ ഇനി എന്താ ഇവിടെ ചോദിക്കണ്ടെന്ന് അറിയാത്ത മൂപ്പര് പറഞ്ഞു. മൂപ്പരുടെ ചോദ്യം ഇഷ്ടം പോലെ ഉണ്ട്, എന്തുണ്ടെന്നുണ്ടെങ്കിലും. എന്താണ് ചോദിക്കേണ്ടതെന്ന് മൂപ്പർക്ക് അറിയാത്തതുകൊണ്ടാണ്. മൂപ്പര് ആ ചോദ്യത്തിന് അതായത് മൂപ്പര് മറ്റുള്ളത് മൂപ്പര് സമ്മതിച്ചല്ലോ. അത് ഞങ്ങളുടെ ക്ലിപ്പ് കേൾപ്പിക്കുകയും ചെയ്യും. ഇവിടെ നേരത്തെ ചർച്ച ചെയ്തിരുന്ന വിഷയം അപ്പോഴൊക്കെ ജമാൽ ഉണ്ടല്ലോ. അതായത് തൗഹീദ് തന്നെ ഉറക്കാതെ തൗഹീദിൽ പരസ്പരം കലഹിക്കുന്ന, 1 നൂറ്റാണ്ട് കാലം കേരളത്തിൽ തൗഹീദ് പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന, കേരളത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം തൊട്ട് അക്കാലഘട്ടം വരെ നിലവിലുണ്ടായിരുന്ന തൗഹീദ് ശരിയല്ലെന്നും ആ തൗഹീദ് മാറ്റിത്തിരുത്താനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതുവരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് മുതൽ ഇന്ന് വരെ സലഫു സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊന്നും പറഞ്ഞ തൗഹീദല്ലെന്നും ഞങ്ങൾ പുതിയ തൗഹീദ് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി വന്നവരാണ് എന്നും പറയുന്ന വഹാബി മതത്തിന്റെ ആളുകൾ, അവർ ഇപ്പോൾ പരസ്പരം തൗഹീദിന് വേണ്ടി തലതല്ലിച്ചാവുന്ന രംഗാണുള്ളത്. അപ്പൊ ആ തൗഹീദിനെ കുറിച്ചാണ്, വഹാബി തൗഹീദിനെ കുറിച്ചായിരുന്നു ഇവിടെ ചർച്ച. ആ ചർച്ചയിലും ജമാലിന് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ജമാലി എന്താ നമ്മൾ എന്താ എല്ലാം ഉണ്ട്, ഏത് വിഷയമുണ്ട് ചോദിക്കാൻ, എന്താ ബേർഡുകൾ പറഞ്ഞോളൂ നമുക്ക് പറഞ്ഞത്. അതായിരുന്നു ഇവിടെ ചർച്ച. ഇൻഷാ അല്ലാഹ് ആ ചർച്ചയിലേക്ക് ജമാൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മൈക്ക് റിലീസ് ചെയ്തു. ഇൻഷാ അല്ലാഹ് നമ്മള് ജമാൽ നേരത്തെ പറഞ്ഞത് ഇൻഷാ അല്ലാഹ് നമുക്ക് ദിവസങ്ങൾ വരുന്നതോടുകൂടി അതും നമുക്ക് തീരുമാനമാക്കട്ടോ. ജമാൽ വരും, ജമാൽ തന്നെ മൈക്കിലേക്ക് വരും. ഉസ്താദ്മാരൊക്കെ ഉണ്ട്.
തങ്ങൾക്ക് കിട്ടിയാ മറ്റേ ആരുടെയെങ്കിലും കയ്യിൽ അതുണ്ടെങ്കിൽ ഒന്ന് തെരഞ്ഞെടുക്കുക. നമ്മളെ അബൂറഫെ, ശീലനോ മുഫാദുമോനോ ആരെങ്കിലും. പേരോട് ഉസ്താദിന്റെ ആ പ്രസംഗം താൻ കിട്ടിയില്ലേ? ഓക്കെ 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 എന്നാ മൈക്കെടുത്തോളൂ, താങ്കളെ ഒന്ന് കേൾപ്പിച്ചോട്ടെ. പതിവാ ആ മുജാഹിദ് ഒക്കെ കക്കുന്ന മുജാഹിദ് അവർ എപ്പം കക്കും. എന്നാൽ അവരെ അടുത്തുനിന്ന് കടം വാങ്ങിയിട്ട് ഒരു ക്ലിപ്പ് കേൾപ്പിച്ച് എസ്കെക്കാൻ എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് അതിലെന്ത് ചെയ്തു, അവര് കട്ടിനങ്ങനെ കുറച്ചും കൂടി കണ്ടു. എന്നിട്ടോ തീർന്നില്ല, ഞാനത് പെരുമുഖത്തുനിന്ന് പിടിച്ച് തൊണ്ടി സൈഡം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ക്ലിപ്പ് മുജാഹിദീങ്ങളും കട്ടു, ഇപ്പറയുന്ന കൂട്ടരും കട്ടു. അപ്പോ അത് ഏതോ ഒരു എസ്കെക്കാരൻ അവിടുന്ന് കേട്ടു. ഇവൻ പോയിട്ട് ഓഫീസിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇപ്പൊ CD ഇറങ്ങി നോക്കുമ്പോ അത് കാണുന്നില്ല. CD ഇറങ്ങുമ്പോ അത് കാണുന്നില്ല. അപ്പൊ എന്തായെന്ന് വെച്ചാൽ ആദ്യം സെലഫി എന്റെ കട്ട്, എന്റേത് കട്ടിട്ട് കൊടുത്തതിൽ പിന്നെ എന്റേത് എസ്കെക്കാർ കട്ട്. അത് ഞാൻ തൊണ്ടി സൈഡം പിടിച്ചപ്പോ ഇപ്പൊ നോക്കുമ്പോ അവരൊക്കെ CD അവരെ തന്നെ കട്ട്. അത് ഓരോന്നോരോ നേരം കേൾപ്പിക്കാം. അവസാനം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലവട്ടം സമ്മതം കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷെ ആരും ചോദിച്ച് സമ്മതം കൊടുത്തില്ല. അവസാനം തങ്ങളും അതിന് നേരിട്ട് സമ്മതം കൊടുത്തിട്ടാണ് ഈ മുടി കാന്തപുരത്തിന് കൈമാറുന്നത് എന്ന് അറബിയുടെ പരിഭാഷകനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വ്യക്തമാക്കുന്നു. സംഭവം ഇങ്ങനെയാണ്, സമ്മതം അവിടുന്ന് കിട്ടിയിട്ട് അറബി നബി സല്ലല്ലാഹു അലൈഹി അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, ഈ തരത്തില് സ്വപ്നകഥകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യത്തിൽ ഇല്ലാത്ത സ്വപ്നകഥകളാണിത് എന്ന് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും സ്ഥിരീകരിക്കും, ദീനിയായ നിയമങ്ങൾ അറിയുന്ന ആളുകൾ സ്ഥിരീകരിക്കും. അതിനു പുറമെ ഇതൊക്കെ ഇതിന്റെ ആമുഖങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്റെ കട്ട CD വെച്ചിട്ടുണ്ട് നിങ്ങൾ, സെലഫിനോട് വാങ്ങിയ CD. അതിപ്പോ എന്താ കാണാത്തത്? നിങ്ങൾ CD എവിടെ പോയത്? ഈ അതിന് പുറമേ നിങ്ങൾ കാട്ടിട്ടുണ്ട് എന്റെ CD വെച്ചിട്ട് നിങ്ങൾ ആ വെച്ച CD ഇപ്പൊ ഇറക്കിയല്ലെന്താ ഇല്ലാത്തത്? കോഴിക്കോട്ട് നിന്ന് വെച്ച് ഗൾപ്പിച്ച് എന്തെങ്കിലും CD കൊടുക്കാത്തതെന്ന് എന്റെ ചോദ്യം. അത് നിങ്ങൾക്ക് കേൾക്കണോ? വെച്ചുകൊടുക്ക്, നമ്മൾ പിടിച്ചു വെച്ചുകൊടുക്കും. ഇല്ലാത്ത സ്വപ്നകഥകളാണിത് എന്ന് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും നിയമങ്ങൾ അറിയുന്ന ആളുകൾ സ്ഥിരീകരിക്കും. അതിനു പുറമെ നാം പരിശോധിക്കേണ്ട ഗൗരവകരമായ കാര്യം, ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടാൽ അംഗീകരിക്കാൻ പറ്റുമോ, ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ, തെളിവാക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമ്മൾ പറയേണ്ട സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയട്ടെ. ഇങ്ങനെയുള്ള വ്യക്തികൾ പറയുന്ന സ്വപ്നകഥകൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ. അവരുടെ പറയട്ടെ. അയാൾ പെട്ടെന്ന് ഉസ്താദ് കൊടുക്കുകയും ഉസ്താദിന്റെ പ്രവർത്തകർ കൊടുക്കുകയും ഉസ്താദിന്റെ കൂട്ടങ്ങൾ കൊടുക്കുകയും ഉസ്താദിന്റെ ദുരിത പൈസന്മാരോട് അവരൊക്കെ കൂടി ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് പോലീസിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ്. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ്. ഇക്കാര്യം ഞങ്ങൾ രേഖപ്പെടുത്തി. അപ്പോ നമുക്ക് ഇതൊക്കെ ഇതിന്റെ ആമുഖങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്
ഇപ്പൊ ഈ ഭാഗം എന്റെ ക്ലിപ്പ് വെച്ച ഭാഗം നിങ്ങളുടെ പുറത്തിറക്കിയ സിഡിയിൽ ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ എന്റെ ക്ലിപ്പ് വെച്ച് അവിടെ കേൾപ്പിച്ച് ആ സദസ്സിൽ നിന്ന് പലരെ കൊണ്ട് തക്ബീർ ചൊല്ലിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇറക്കിയ സിഡിയിൽ എന്തുകൊണ്ട് പിൻവലിച്ചു? നിങ്ങൾ മുസ്ലിം സമുദായത്തോട് മറുപടി പറയും. നിങ്ങൾ അവിടെ കോഴിക്കോട്ടൊരു ഹാളിൽ കുറെ മുത്തല്ലിമീങ്ങളോ അല്ലാത്തവരെയോ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ എന്റെ സിഡി കത്ത് കേൾപ്പിച്ചിട്ട് അവരെ കൊണ്ട് നിങ്ങൾ തക്ബീർ ചൊല്ലിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന് കേൾപ്പിച്ചു. എന്തിനാ കേൾപ്പിച്ചത്? എന്റെ സിഡി കത്ത് കേൾപ്പിച്ചു. അത് ഞാൻ പെരുമുഖത്തുനിന്ന് എടുത്ത് പറഞ്ഞപ്പോ നിങ്ങൾ ഇറക്കിയ സിഡിന്ന് നിങ്ങളത് കട്ടു. ഇതിന്റെ പേരാണ് നിങ്ങൾ ബർക്കത്തുനിന്നോ കറാമത്തുനിന്നോ പറഞ്ഞോ, കത്തവൻ കൊണ്ട് തന്നെ കപ്പിച്ചു, അവരത് കപ്പിച്ചു. ഇനി ഞാൻ പറഞ്ഞുതരാം, തീർന്നില്ല. ഇനി ഞാനെന്താ പറഞ്ഞത് അത് നിങ്ങൾക്ക് കേൾപ്പിക്കാം. ചിലപ്പോ പിഴച്ചുപോയ ശൈഖിന്റെ കോലത്തിൽ വലിയ ശൈഖായിട്ട് വരുന്നു. ചിലപ്പോൾ ശറഇനെതിരായ കാര്യത്തിൽ നീ പൂണ്ട് പിടിക്കുകയും നീ അല്ലാഹുവിന്റെ അലിമീങ്ങളെ കുറ്റം പറയുകയും തങ്ങന്മാരെ നിസ്സാരപ്പെടുത്തുകയും അല്ലാഹു ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ചിലപ്പോ നിന്നെ ശൈത്താൻ പറ്റിക്കാൻ വേണ്ടി നിന്റെ സ്വന്തം ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല, ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല. നീ മനസ്സിലാക്കണം, ശൈത്താൻ പല കോലത്തിലും വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് അത് ഖുർആനിലുള്ളതാണ്, ഹദീസിലുള്ളതാണ്. അത് സമഗ്രമായി പഠിച്ച ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇമാമിങ്ങളുടെ കിതാബ് ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് നമ്മളെ മുൻഗാമികളായ ആലിമീങ്ങളും മഹാന്മാരുമാണ്. അവര് പഠിപ്പിച്ചതിനെതിരെ, അവര് പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ നീ ഏത് ആശയത്തിൽ നീങ്ങുന്നുണ്ടെങ്കിലും അതിനനുകൂലമായി ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. കള്ളത്വരീഖത്തുകൾ പെരുകിയ കാലമാണ്, കള്ള ശൈഖന്മാർ ഇറങ്ങുന്ന കാലമാണ്. സാധാരണക്കാരുടെ മുമ്പിൽ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പണം തട്ടാൻ വേണ്ടി പല ഏർപ്പാടുകാരും ഇറങ്ങുന്ന കാലമാണ്. മുസ്ലിമീങ്ങൾ അതിലൊന്നും പെട്ടുപോകണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, ആഖിറത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു കോടതിയുണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അല്ലാഹു തആല വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവല്ലയോ എന്നല്ലാഹു ചോദിച്ചതിൽ വിശ്വാസമുണ്ടെങ്കിൽ SKSSFന്റെ പരിപാടിയിൽ പോയി ഇരുന്ന് എന്റെ സീഡി കട്ടിട്ട് യഥാർത്ഥ അർത്ഥത്തിനെതിരെ ഒരു സ്വപ്നവും മാനദണ്ഡമാക്കിക്കൂടെന്നും അതുപോലെ ഉസ്താദിനെ തന്നെ കണ്ട ശൈത്താനാണെന്നും വരുത്തി തീർക്കാൻ എന്റെ പ്രസംഗം കത്ത് കേൾപ്പിച്ച SKSSFന്റെ നേതാക്കൾ, അവരെ പിന്തുടർന്ന സാധാരണക്കാരായ ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരെ, ഈമാനുള്ള സുന്നി വിശ്വാസക്കാരെ, പടച്ച റബ്ബിന്റെ കോടതിയിൽ നിങ്ങളാ തക്ബീർ ചൊല്ലിയ നിങ്ങളെ നേതാക്കളോടുകൂടി പ്രതികളായി പോകൂലേ?
അവിടെ തെക്ബീർ ചൊല്ലി എന്നെ പരിഹസിച്ച മുഴുവൻ SKSSFകാർക്കും ഞാൻ എന്റെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതറിയിച്ചുകൊണ്ട് പറയട്ടെ, ഓ ചെറുപ്പക്കാരെ, സുന്നത്ത് ജമാഅത്ത് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, ഇത്തരത്തിൽ നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ആഖിറത്തിൽ നരകം കൊള്ളരുത് കേട്ടോ. ഈ നേതാക്കളെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആഖിറം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വകയിലല്ല, അർത്ഥം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ മുസ്ലിയാമാരെ കൊണ്ട് വെപ്പിച്ചോ. അക്രമം ചെയ്തവൻ രണ്ട് കയ്യും കടിക്കുന്ന ഒരു സമയമുണ്ട് നബിയെ. യഖൂലു യാ ലൈതനി തഖൽതു മഅ റസൂലി സബീലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഗീബത്ത് പറയരുതെന്നാ പറഞ്ഞത്, ഏഷണി പറയരുതെന്നാ പറഞ്ഞത്, ചീത്ത പറയരുതെന്നാ പറഞ്ഞത്. ആ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഈ അമ്പലക്കടവിനെ പോലെയുള്ള പലരെയും കൂട്ടിച്ചേർത്ത് നടക്കുന്ന ചെറുപ്പക്കാരെ, അള്ളാന്റെ വാക്കൊന്ന് കേട്ടോ. യാ വൈലത, ഞങ്ങളെ നാശമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇത്തരത്തിൽ ഞങ്ങളെ വഞ്ചിക്കുന്ന കക്ഷികളെ പടച്ച റബ്ബേ, ഇന്ന ഒരാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അദല്ലനി അനിൻ ദിക്രി, എന്നെ ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിൽ നിന്ന്, ശരിയായ ഉത്ബോധനത്തിൽ നിന്ന് അവൻ പിഴപ്പിച്ചല്ലോ. അല്ലാഹ് ബഅദ ഇദ് ജാഅനി, എനിക്ക് സത്യം കിട്ടിയതിന് ശേഷം വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂലാ, ശൈത്താൻ മനുഷ്യന് സഹായം കൈയൊഴിക്കുകയല്ലാതെ പടച്ച റബ്ബിന്റെ ശിക്ഷ വരുമ്പോ ഒരു ശൈത്താനും പിന്തുണക്കൂല കേട്ടോ. ആ റബ്ബിന്റെ കോടതിയിലല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്റെ ഈ ഖൗമ് ഖുർആനിനെ കൈയൊഴിച്ചു അല്ലാഹ്. കാരണം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ ദന്നി ഇന്ന ബഅദൽ ദന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയ്യുഹിബ്ബു അഹദുകും മൻ യഅകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂ. മറ്റൊരു മുസ്ലിം ഇഷ്ടപ്പെടാത്തത് പറയുന്നത് ഗീബത്താണ്. ആ ഗീബത്ത് നിങ്ങൾ പറയല്ലേ, നിങ്ങൾ മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ. ഇപ്പൊ സുഹൃത്തുക്കളെ എല്ലാരും കേട്ടില്ലേ? എല്ലാരും കേട്ടില്ലേ? അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. നിങ്ങൾ കണ്ടോ എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ പറഞ്ഞ ആളുകൾ നടത്തിയത്, ഇപ്പൊ SK നടത്തിയത് നിങ്ങൾ നോക്കി. അഥവാ കള്ളത്തരീക്കത്തിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകൾക്ക് പിശാച് എന്ത് ചെയ്യും? ദുർബോധനം നൽകും. അവർക്ക് പിശാച് അവരുടെ ഉസ്താദുമാരുടെയും ഉസ്താദുമാരുടെയും ഒക്കെ രൂപത്തിൽ പിശാച് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവർ നിലകൊള്ളുന്ന മാർഗം ശരിയാണെന്ന് വിധത്തിൽ അവർക്ക് പല സ്വപ്നങ്ങളും കാണിക്കുകയൊക്കെ ചെയ്യും. അത് പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ആ സ്വപ്നം അംഗീകരിക്കാൻ പാടില്ല, അത് മാനദണ്ഡമാക്കാൻ പാടില്ല എന്നാണ് എന്ത് ചെയ്തത്? ചുരുക്കത്തിൽ ഉസ്താദ് പറഞ്ഞത് ഇല്ലേ? പേരോട് ഉസ്താദല്ലേ പറഞ്ഞത് സുഹൃത്തുക്കളെ? അല്ലേ ഈ പ്രസംഗത്തിൽ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും പൂർവികരായ മഹാന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതുമായ ആശയത്തിന് വിരുദ്ധമായി ഉള്ള ആശയത്തിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് ആ ആശയം അവർ നിലകൊള്ളുന്ന ഈ കള്ളത്തരീക്കത്തുകാരുടെയും മറ്റൊക്കെ അതുപോലുള്ള തട്ടിപ്പുകാരുടെയൊക്കെ
ആശയങ്ങൾ ശരിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പിശാച് ചെയ്യും, സ്വപ്നത്തിലൂടെ പ്രത്യക്ഷപ്പെടും. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വന്തം ഉസ്താദിന്റെയോ ഉസ്താദിന്റെ ഉസ്താദിന്റെയോ ഒക്കെ കോലത്തിൽ വരും. അങ്ങനെ വന്നാലും അത് വിശ്വസിക്കരുത്, അത് അംഗീകരിക്കാൻ പാടില്ല. ഈ പറഞ്ഞതിനെന്ത് ചെയ്ത് അതിൽ നിന്ന് ഉസ്താദ് നേരത്തെ ആദ്യം പറഞ്ഞ ഭാഗമൊക്കെ വിട്ടുകളഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ, ജൂതക്രിസ്ത്യാനികൾ വിശുദ്ധ ഖുർആനിനെ എങ്ങനെയാണോ കട്ടുമുറിച്ച് അവരുടെ ആശയത്തിന് അനുകൂലമായി പ്രചരിപ്പിക്കുന്നത് അതുപോലെ കറക്റ്റ് ആ ജൂതക്രിസ്ത്യാനികളുടെ അതേ സ്വഭാവം SK കാരും ചെയ്തു എന്നല്ല ഇപ്പൊ ഇതിന്ന് മനസ്സിലാണത്, അല്ലേ? അതല്ലേ മനസ്സിലാണത്? ഇതിപ്പോ ചോദ്യം ചോദിച്ച ജമാല് തന്നെ പറഞ്ഞു അത് രണ്ട് ഭാഗമാണ്, രണ്ടും രണ്ട് പ്രസംഗമാണ്, എവിടെ പ്രസംഗിച്ചതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ചോദ്യം ചോദിക്കണ ജമാലിന് വരെ അറിയാം ഇത് SK കാരൻ നടത്തിയിട്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ്. ഈ ക്ലിപ്പ് കള്ളന്മാര് നടത്തുന്ന തട്ടിപ്പിന്റെ ഒരു രൂപമാണിത്. അതന്നെ വക്കാന ശൈത്താനു ലിൽഇൻസാനി ഖദൂല, ആ ആയത്തിന്റെ പരിധിയിൽ വരുന്നതാണത്. എന്നിട്ട് അത് എന്തിനോടാണ് ആഡ് ചെയ്തു? മർക്കസിൽ വെച്ച് പേരൂർ ഉസ്താദ് നടത്തിയ ട്രാൻസ്ലേഷനിൽ വന്ന ഭാഗത്തോട് അങ്ങോട്ട് കൂട്ടിച്ചേർത്തു. എന്നിട്ട് അതാണ് ഇപ്പം എന്ത് ചെയ്യണത്? ജമാൽ ഇവിടെ കേൾപ്പിച്ചത്, അല്ല പറഞ്ഞത്, കേൾപ്പിച്ചിട്ടില്ല, അദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഇതെല്ലാവർക്കും തിരിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? ഇത് നിങ്ങൾക്ക് ശ്രോതാക്കൾക്കൊക്കെ തിരിഞ്ഞോ? തിരിഞ്ഞവരൊന്ന് എസ്സടിച്ചാൽ മതി. കാരണം തിരിഞ്ഞാലും തിരിയാതെ കളിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് എന്തായാലും തിരിയില്ല, അവര് തിരിയരുത് എന്നുള്ള നിലക്ക് തന്നെ നിലകൊള്ളുന്നവരാണ്. പക്ഷെ നമ്മൾക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാ, അവർക്കും അള്ളാഹു തആല ഖൈറ് സത്യം മനസ്സിലാക്കാനും ആ സത്യത്തിന്റെ ഭാഗത്ത് നിലകൊള്ളാനും അള്ളാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അത്രയപ്പോ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഇനിയിപ്പോ ഈ പറഞ്ഞതിനെ കുറിച്ച്, ഇവിടെ കേട്ടതിനെ കുറിച്ചും ജമാലിന് നേരത്തെ പറഞ്ഞ നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിങ്ങളൊന്ന് ചുരുങ്ങിയ വാക്കിൽ ഒന്ന് പ്രതികരിച്ചാൽ തരക്കേടുണ്ടായിരുന്നില്ല. ജമാൽ കൊടുവള്ളി മൈക്കെടുത്തോളൂ, ഞാൻ മൈക്കോളൂ. ആ പ്രസംഗത്തിൽ പറഞ്ഞ പോയിന്റ് അഥവാ സ്വപ്നം ഇസ്ലാമിൽ തെളിവാണോ അല്ലേ എന്നതായിരുന്നു ഞാൻ ചോദിച്ചത്. അവിടെ മുടിയാണ്, പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അതൊന്നും എന്റെ ചോദ്യമോ ഇങ്ങനെ നുണ പറയരുത്. അതിനാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നേരാണ് ചോദിച്ചാൽ പോരായിരുന്നാ സ്വപ്നം ഇസ്ലാമിൽ തെളിവാണോ അല്ലേ എന്നുള്ളത്? ഇവിടുന്ന് മണിയായിട്ട് മറുപടി അറിയാലോ. ഇപ്പൊ കണ്ടോ, ഇപ്പൊ മൂപ്പര് വീണത് അഭ്യാസാക്കുകയാണ്. വീണത് അഭ്യാസാക്കുകയാണ്. നിങ്ങളുടെ ചോദ്യം അതാണോ ജമാലെ? അതിന് ഞങ്ങൾ ഇപ്പൊ തന്നെ ഉത്തരം പറഞ്ഞുതരാം. സ്വപ്നം ഇസ്ലാമിൽ തെളിവാണോ എന്നാണോ നിങ്ങളെ ചോദ്യം? ആണെങ്കിൽ എസ് അടിച്ചോളി. ആണെങ്കിൽ എസ് അടിച്ച സുഹൃത്തെ, മൂപ്പര് എസ് അടിച്ചിട്ടുണ്ട്. സ്വപ്നം ഇസ്ലാമിന് തെളിവാണോന്നാ അല്ലേ? അല്ല, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ തീരുമാനിക്കാൻ, മാറ്റിമറിക്കാൻ സ്വപ്നം തെളിവല്ല. മനസ്സിലായോ? ഇസ്ലാമിന്റെ നിയമങ്ങളുണ്ട്, വിധിവിലക്കുകൾ, ഹറാമ്, വാജിബ്, അതുപോലെ തന്നെ കറാഹത്ത്, സുന്നത്ത്, ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ മാറ്റിമറിക്കാൻ ഒരു സ്വപ്നവും, ഒരാളുടെ സ്വപ്നവും തെളിവല്ല. ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? അത് മനസ്സിലായോ? ഞാൻ ഇതിപ്പോ ഈ പറഞ്ഞ മനസ്സിലായോ? ആയെങ്കിൽ ഒന്ന് അടിച്ചാൽ മതി ജമാൽ. യെസ്, അത് മനസ്സിലായി. എന്നാ പിന്നെ സ്വപ്നം എല്ലാം അവഗണിക്കണോ? അത് വേണ്ട. മനസ്സിലായില്ലേ? സ്വപ്നങ്ങളിൽ എന്തുണ്ട്? നല്ല സ്വപ്നങ്ങളുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടത്. നല്ല സ്വപ്നങ്ങളുണ്ടാവും. ചിലത് ഡയറക്റ്റ് ആയിട്ട് കാണുന്നതുണ്ടാവും, അഥവാ ചിലത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ പച്ചയിൽ അങ്ങനെ കാണുന്നതുണ്ട് മുൻകൂട്ടി. ചിലർക്കൊക്കെ അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. മറ്റു ചിലത് സൂചനാപരമായിട്ട്
അല്ലാഹു തആല സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കാറുണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ കണ്ടില്ലേ നിങ്ങൾ? സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ ജയിലിൽ കിടന്നിരുന്ന രണ്ടാളുകൾ കണ്ട സ്വപ്നം ഇല്ലേ? ശ്രോതാക്കൾ സാധാരണക്കാരത് ഒക്കെ കേട്ടിട്ടില്ലേ? ഇല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ ജയിലിൽ കഴിഞ്ഞിരുന്ന രണ്ടാളുകൾ കണ്ട സ്വപ്നം, ആ സ്വപ്നത്തെക്കുറിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞതും യൂസുഫ് നബി അലൈഹി സ്വലാം അത് വിശദീകരിച്ചു കൊടുത്തതൊക്കെ വിശുദ്ധ ഖുർആനിൽ നമ്മളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളിപ്പോ അത് വിശദീകരിച്ച സമയം കളയണ്ടല്ലോ. അപ്പൊ സ്വപ്നത്തിൽ എന്തുണ്ട്? യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ പൈശാചികമായ സ്വപ്നങ്ങളുമുണ്ട്. മനസ്സിലായോ? അപ്പൊ സ്വപ്നം ദീനിൽ തെളിവാണോ എന്ന് ചോദിച്ചാൽ ദീനിലെ നിയമങ്ങളെ അത് മാറ്റിമറിക്കാൻ ഒരു സ്വപ്നവും തെളിവല്ല. അതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത് തന്നെയാണല്ലോ. വിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ അത് രണ്ടും വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള മഹാന്മാരായ പൂർവികരായ അയിമ്മത്ത് ഫുഖഹാ അവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ള നിയമത്തിന് ശരീഅത്തിന് വിരുദ്ധമായുള്ള സന്ദേശം, ആശയം ഒരാൾ സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കാണുന്നത് ചിലപ്പോ അയാളുടെ ഗുരുനാഥന്റെയോ ഗുരുനാഥന്റെയോ ഒക്കെ മഹാന്മാരുടെയൊക്കെ വേഷത്തിലോ മഹാന്മാരാണെന്ന് പരിചയപ്പെടുത്തിയിട്ടോ ഒക്കെ ആണെങ്കിൽ പോലും അത് തെളിവല്ല, അത് അംഗീകരിക്കാൻ പാടില്ലാതാ പറഞ്ഞത്. ഇപ്പൊ ജമാലിന് മനസ്സിലായോ? ഒന്ന് മൈക്കെടുത്തോളൂ, പറഞ്ഞോളൂ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ഹജ്ജ് നിർവഹിക്കുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട, മക്കയുമായി ബന്ധപ്പെട്ട, അതിന്റെ പവിത്രതയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇബ്രാഹിം നബിയുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് സ്വപ്നം ഒരു നിലക്കും ഇസ്ലാമിൽ തെളിവല്ല എന്ന് പറയാൻ പറ്റില്ല. പ്രവാചകന്മാർ കാണുന്ന സ്വപ്നങ്ങൾ ഇസ്ലാമിൽ തെളിവാണ്. സഹാബിമാർ കാണുന്ന സ്വപ്നങ്ങൾ പ്രവാചകനോട് പറയുകയും പ്രവാചകന്മാർ അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇസ്ലാമിൽ തെളിവാണ്. അതിനുശേഷം വന്നിട്ടുള്ള അത് വല്ലാത്തൊരു കണ്ടുപിടുത്താണല്ലോ ജമാലെ. എന്താ ചെയ്യാ? ഇങ്ങനെയൊക്കെ മനുഷ്യൻ തരണ്ടാവണോ ജമാലെ? നബിമാരുടെ സ്വപ്നത്തെ കുറിച്ചല്ലല്ലോ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹദീസും ഖുർആനും മഹാന്മാർ അതിന് നൽകിയ വ്യാഖ്യാനമൊക്കെ ഉണ്ട് ഇവിടെ. അതിനെതിരായി എന്ന് പറഞ്ഞത്. നബിമാരുടെ സ്വപ്നം തെളിവാണ് എന്നുള്ളതിൽ തർക്കമില്ലല്ലോ മുസ്ലിം ലോകത്ത്. മുസ്ലിം ലോകത്ത് തർക്കമില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറക്കാൻ തുനിഞ്ഞത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എല്ലാവർക്കും അറിയുന്നതല്ല. അതല്ലല്ലോ ഇവിടെ ചർച്ച. മനസ്സിലായോ? ഇപ്പൊ കണ്ട എന്താ ഇതിനൊക്കെ ഈ ജാതി വർത്താനത്തിന് എന്താ നമ്മൾ മറുപടി അറിയാൻ എനിക്കറിയില്ല. അതായിരുന്നു അവിടെ ചർച്ച. നബിമാരുടെ സ്വപ്നം ദീനിൽ തെളിവാണോ അല്ലേ എന്നുള്ളതായിരുന്നോ ചർച്ച സുഹൃത്തുക്കളെ? ആണോ ചർച്ച? അല്ലല്ലോ. നബിമാർക്ക് അല്ലാഹു തആല ദിവ്യ സന്ദേശങ്ങൾ സ്വപ്നത്തിൽ അറിയിച്ചു കൊടുക്കാറുണ്ട്, ഇൽഹാമായിട്ട് കൊടുക്കാറുണ്ട്, അത് മലക്ക് മുഖേന വഹിയായിട്ടും കൊടുക്കാറുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതന്നെ ഇപ്പൊ സക്കി ഉസ്താദ് പറഞ്ഞ മാതിരി അല്ല, അടിച്ച സൂറത്ത് അഅറാഫിലെ 199 ആയത്തിൽ പറഞ്ഞില്ലേ, ഖുദിൽ അഫ്വ വഉമർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഏതാണെങ്കിലും ആ അവസാനം പറഞ്ഞ കൂട്ടത്തില് ജമാൽ പെടാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് മാത്രമേ ജമാലിനോട് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഏതായാലും ഇപ്പോ ഈ നിങ്ങൾ പറഞ്ഞ പേരോട് ഉസ്താദ് വൈരുദ്ധ്യമാണ് പറഞ്ഞത് എന്ന വാദത്തിന് നിങ്ങൾ പിന്മാറിയല്ലോ. അതേപ്പോ ഞങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. ഒരു ഭാഗത്ത് സ്വപ്നം കണ്ടതിനെ അംഗീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് സ്വപ്നം തെളിവാക്കാൻ പറ്റില്ല എന്നും പറയുന്നു. അത് രണ്ടും ശരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? എങ്കിലും നിങ്ങൾ അതൊന്ന് പറഞ്ഞോളൂ മൈക്കെടുത്തിട്ട്.
ജമാൽ, ഞാൻ മൈക്കോട്ട്. അല്ല, ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്തിയാണ്. ഞാൻ നിങ്ങളിപ്പോ എന്നോട് പറയാൻ ആവശ്യപ്പെടുന്ന കാര്യം ഞാൻ പറയാൻ പോവുകയായിരുന്നു. അപ്പോ നേരത്തെ പേരോടിന്റെ പ്രസംഗത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ വിശദീകരിച്ചത്. ഇസ്ലാമിൽ സ്വപ്നം തെളിവല്ല എന്ന്. അത് ആണ് എന്റെയും ആശയം, അത് തന്നെയാണ് ഇസ്ലാമിൽ തെളിവല്ല എന്നത്. പക്ഷേ പേരോടിന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഇനി അതല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്? നബിയുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുകയും അവസാനം സ്വപ്നത്തിലൂടെ അനുമതി ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുടി കൊടുക്കുന്നത് എന്ന് പറയപ്പെട്ട സംഭവം. അപ്പോൾ ആ സ്വപ്നം ഇസ്ലാമിൽ തെളിവാണോ? സ്വപ്നം ഇസ്ലാമിൽ തെളിവാവുകയില്ലെങ്കിൽ അതെങ്ങനെ തെളിവാകും? ഇതാണ് അടുത്ത ചോദ്യം. അല്ല, അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഇനിയും ചോദ്യം തീരൂല. കാരണം പറഞ്ഞ നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. അത് തിരിയാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു തല അല്ലാഹു തആല നിങ്ങൾക്ക് തന്നില്ല. ഇസ്ലാമിലെ ഒരു വിധിയെ മാറ്റിമറിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചോ ജമാലെ? ഒരു ഒരു ഹറാമായ കാര്യം ഹറാമല്ലെന്നോ, ഒരു കറാഹത്തായ കാര്യം കറാഹത്തല്ല എന്നോ അങ്ങനെയുള്ള തിരിഞ്ഞോ നിങ്ങൾക്ക്? ഇസ്ലാമിന്റെ വിധികളെ, ശരീഅത്തിന്റെ വിധികളെ മാറ്റിമറിക്കുന്ന, അഥവാ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മഹാന്മാരതിന് നൽകിയ വ്യാഖ്യാനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതിന് വിരുദ്ധമായി കാണുന്നത് തെളിവല്ല. അങ്ങനെ തിരിഞ്ഞോ? തിരിഞ്ഞിക്കണമെങ്കിൽ ഒന്ന് എസ്സടിക്കുക. ഒന്ന് എസ്സടിക്കു സുഹൃത്തെ. തിരിഞ്ഞിക്കണമെങ്കിൽ അത് തിരിഞ്ഞു. ഓക്കെ, അൽഹംദുലില്ലാ. പിന്നെന്താ പറഞ്ഞത്? പിന്നെ ഇവിടെ തെളിവായി സ്വീകരിച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പണ്ഡിതൻ സ്വപ്നം കണ്ടു. എന്തേ നബി തങ്ങളെ സ്വപ്നം കാണാൻ പാടില്ല? അമ്പലക്കടവ് എന്ന് പറയുന്ന ആ പെരുന്നുണയം മൗലവി പറയുന്നത് ഈ സ്വപ്നം ഇതൊക്കെ ശരിയല്ല എന്നുള്ളത് എല്ലാവർക്കും തിരിയണല്ലേ എന്ന് പറഞ്ഞ വഹാബിന്റെ അതേ ശൈലിയാണ് ആ വ്യക്തി ഉപയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരെങ്കിലും സ്വപ്നം കാണണമെങ്കിൽ എസ്കെക്കാരുടെ ഓഫീസിൽ നിന്ന് സമ്മതം കിട്ടിയിട്ട് വേണോ? ഖസറജി കണ്ട സ്വപ്നത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അഹമ്മദ് ഖസറജി കണ്ട അല്ലേ സുഹൃത്തുക്കളെ? അല്ലേ? അതെ. അഹമ്മദ് ഖസറജി ഒരു സാധാരണക്കാരനല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇസ്ലാമിക് ശരീഅത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഒരു സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട വിവരമാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്, നബിയുടെ നിർദ്ദേശവും. അത് ഏത് ഇസ്ലാമിന്റെ ഏത് നിയമത്തിനാണ് വിരുദ്ധമാകുന്നത് ജമാലെ? എന്നാണ് കിഷോർ ഉസ്താദ് ഒരു മിനിറ്റ് മൈക്ക് ചോദിക്കുന്നുണ്ട്. കിഷോർ ഉസ്താദ് മൈക്ക് എടുത്തോളൂ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിന്റെ അടുക്ക് മൈക്ക് ചോദിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഗൗരവമുള്ള ഒരു കാര്യം. നമ്മുടെ സജീവ പ്രവർത്തകനായ ഉമ്മർ കാഞ്ഞങ്ങാട് പാമ്പ് കടിയേറ്റ് അത്യാസന്ന നിലയിൽ പെരിയാരം മെഡിക്കൽ കോളേജിലാണ്. എല്ലാവരും ദുആ ചെയ്യുക. പ്രത്യേകിച്ച് പറയാനുള്ള ബ്ലഡ് കംപ്ലീറ്റ് മാറ്റി പുതിയ രക്തം കയറുന്നില്ല എന്നാണ് അറിഞ്ഞത്. തന്നെയുമല്ല മൂത്രത്തിലൂടെ ഒക്കെ രക്തം പോകുന്നു. ഉസ്താദെ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രം മൈക്കിലേക്ക് വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദുമാരൊക്കെ എല്ലാവരും കാര്യമായിട്ട് പ്രത്യേകിച്ച് ദുആ ചെയ്യണം എന്നുകൂടി ഉണർത്തും. ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല അദ്ദേഹത്തിന് എളുപ്പത്തിൽ ശിഫ നൽകട്ടെ എന്ന് എല്ലാവരും ദുആർക്കുക ആത്മാർത്ഥമായിട്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹദ്ദാദിനൊക്കെ ശേഷം ഉസ്താദുമാരൊക്കെ എന്ത് ചെയ്യും, പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പിന്നെ അപ്പൊ ജമാലെ മർക്കസിൽ വെച്ച് പറഞ്ഞത് ഒരു പണ്ഡിതനായ ഒരു അറബി പണ്ഡിതൻ അദ്ദേഹം കണ്ട സ്വപ്നമാണ്. അതെവിടെ ഇസ്ലാമില് ഏത് നിയമത്തിനാ വിരുദ്ധാവുന്നത്? അതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നാളി. എന്നാ അപ്പൊ എന്തെങ്കിലല്ലേ ഇപ്പൊ അത് എതിരാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളെ സ്വപ്നം കണ്ടു,
നബിയുടെ ആ സ്വപ്നത്തിലുള്ള നിർദ്ദേശമനുസരിച്ചാണ് ഇത് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു. അത് ഏത് നിയമത്തിനാണ്, ഇസ്ലാമിലെ ഏത് നിയമത്തിനാണ് വിരുദ്ധമാവുന്നത്, ഏത് ഖുർആനിനാണ് അത് വിരുദ്ധമാവുന്നത്, ഏത് ഹദീസിനാണ് അത് വിരുദ്ധമാവുന്നത് എന്ന് ജമാൽ കൊടുവള്ളി ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞോളൂ. ഞാൻ മൈക്ക് വിട്ടു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പരസ്പര വൈരുദ്ധ്യങ്ങളുള്ള രണ്ട് വിഷയത്തെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. സ്വപ്നം ഒരു കാര്യത്തിലും ഇസ്ലാമിൽ തെളിവാവുകയില്ല. അതിനിപ്പോ ഇസ്ലാമിലുള്ള ഒരു നിയമത്തെ മാറ്റിമറിക്കാൻ സ്വപ്നത്തിലൂടെ ആൾ വരണമെന്നില്ല. ഏതെങ്കിലും ഒരു മരിച്ച ഒരാളോ അല്ലെങ്കിൽ അപ്രത്യക്ഷനായിട്ടുള്ള ഇനിയിപ്പോ അല്ല, നിങ്ങളിപ്പോ സ്വപ്നത്തിൽ തന്നെയാണോ? അതാപ്പോ എനിക്കിതിപ്പോ സംശയം. കൊടുവള്ളി ഇപ്പൊ തന്നെ സ്വപ്നത്തിൽ ഉറങ്ങണതിന് മുമ്പ് തന്നെ സ്വപ്നത്തിലാണോ എന്നുള്ളതാണ് എനിക്ക് സംശയം. എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? ഇപ്പൊ വിരുദ്ധമല്ലാന്ന് മൂപ്പര് തന്നെ പറയണു. ഇപ്പൊ നമ്മള് പറഞ്ഞു, മൂപ്പര് പറഞ്ഞു, ഒക്കെ ഒന്ന് തന്നെ. പിന്നെ എന്തിനാ നിങ്ങളിപ്പോ ഇത്ര വലിയ മിമിക്രി ഒക്കെ നടത്തി പ്രസംഗിച്ചിരുന്നത്? നിങ്ങള് എനിക്കതാ തിരിയാത്തത്. എന്താണ് നിങ്ങളെ പ്രശ്നം? അത് പറയും. ഞാൻ ചുരുക്കത്തിൽ നിങ്ങളെ പ്രശ്നം എന്താണെന്നുള്ളത് പറഞ്ഞോളി. മനസ്സിലായോ? നമ്മളെ കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയല്ല. വേറെ നമ്മൾ 13-ാം നമ്പറിൽ കേസ് വിടേണ്ടതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇൻഷാ അല്ലാഹ് ആ ബസ് വരുന്നത് കണ്ടാൽ നമ്മളെ ശ്രോതാക്കൾ ആരെങ്കിലും 13-ാം നമ്പർ ബസ് കണ്ടാൽ നിർത്തിയിട്ട് നിങ്ങളെ കയറ്റി അയച്ചോളൂ. അപ്പൊ ഇവിടെ കൊണ്ട് തീരുന്നതാണെങ്കിൽ നമുക്ക് തീർക്കാം. എന്താണ് നിങ്ങളെ പ്രശ്നം? നേരെ ചൊവ്വേ പറഞ്ഞോളൂ. ഞാൻ മൈക്ക് വിട്ടു. ആ മുടി റസൂലുള്ളാന്റേതാണ് എന്നതിന് കൂടിയല്ല ഈ സ്വപ്നം തെളിവായിട്ട് നിങ്ങൾ പറഞ്ഞത്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആ വിഷയം അതെ ആയിക്കോട്ടെ. അതിനെന്താന്ന്? അത് ഇസ്ലാമിന്റെ ഒരു നിയമത്തെ മാറ്റിമറിക്കുന്നുണ്ടാ? അയാളുണ്ടോ? ഉണ്ടെങ്കിൽ അത് അവിടെ നിയമത്തെ എവിടെ മാറ്റിമറിക്കണ്? അതുണ്ടോ? ഉണ്ടോ ജമാലെ? അങ്ങനെ പറഞ്ഞ മാതിരിയാണെന്ന് തന്നെ വെക്കുക. അങ്ങനെ ഇല്ലട്ടോ, അത് വേറെ വിഷയം. അങ്ങനെയാണെന്ന് തന്നെ വെക്കുക. എന്നാൽ ഇസ്ലാമിന്റെ ഏത് നിയമത്തെയാണ് അത് മാറ്റിമറിക്കുന്നത്? ഏത് നിയമത്തിനാണ് അത് വിരുദ്ധമാവുന്നത്? പറഞ്ഞോളൂ, മൈക്കെടുത്തോളൂ. റസൂലുള്ളാഹിന്റെ മുടിയാണ് എന്ന വിശ്വാസത്തിൽ ആളുകൾ അത് തബറുക്കെടുക്കുന്നില്ലേ? അത് റസൂലുള്ളാഹിന്റെ മുടി അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ തബറുക്ക് ബാത്തിലാകുന്നില്ല. അത് ഭയങ്കര ബാത്തിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ബാത്തിലാക്കണ കൂട്ടരാണ് ഓക്കെ അല്ലേ? നിങ്ങളോട് പറഞ്ഞ ആക്കാണ് ബാത്തിലാവുക. എന്നാ അങ്ങനെ ആക്കി നമ്മള് SK എന്നുള്ള പേര് മാറ്റിക്കാണ് നിങ്ങള്. അഹ്ലുൽ ബാത്തിലു എന്ന് നടന്ന അതാ നിങ്ങൾക്ക് നല്ല പേര്. ഇവരോട് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യോ? അതൊക്കെ ബാത്തിലാവും. മനസ്സിലായോ? തബറുക്ക് എടുക്കണമൊക്കെ നിങ്ങളെ ബാത്തിലാക്കണുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ്. ഒന്ന് പോയി കിടന്നുറങ്ങിക്കൂടെ ജമാലെ മര്യാദക്ക്? അതന്നെ. ഇനി സംസാരിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തബറുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു കൂട്ടര് പറഞ്ഞാൽ അത് ബാത്തിലാവും അത്രേ. എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ തബറുക്കിന്നിപ്പോ ബർക്കത്തെടുക്കുന്ന ആചാറുകളെയും അത് ബാത്തിലാണെന്ന് പറയുന്നവരാണല്ലോ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി. ലോകത്തുള്ള എല്ലാ വഹാബികളും എല്ലാ ഇഖ്വാനികളും നിങ്ങളുടെ നേതാവായിട്ടുള്ള ചേളാരി സമസ്തയുടെ ജമിയത്തുൽ മുഅല്ലിമീന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയപ്പെടുന്ന 2 ഏക്കറിലെ സ്ഥാപനത്തിലെ വൈസ് ചാൻസലർ എന്ന് വിശേഷിപ്പിക്കുന്ന ബഹാവുദ്ദീൻ കൂരിയാട് മെമ്പറായിട്ടുള്ള സംഘടനയടക്കം ലോകത്തുള്ള എല്ലാ ആസാറുകളെയും നിഷേധിക്കുന്നു. അത് ബാത്തിലാണെന്ന് പറയുന്നു. പറ്റുമോ നിങ്ങൾക്ക്? അപ്പൊ പിന്നെ നിങ്ങളെ വെല്ലൂർത്ത് നിലനിൽക്കുവോ? കാശ്മീർത്ത് നിലനിൽക്കുവോ? തുർക്കിയിലത്ത് നിലനിൽക്കുവോ? എന്നാ അതൊക്കെ വേണ്ടാച്ചാൽ നിങ്ങള് പ്രഖ്യാപിക്കുങ്ങള് ഒരു കൂട്ടർ ബാത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും ബർക്കത്തെടുക്കാൻ പാടില്ല ആണ് പ്രഖ്യാപിച്ചാല്. വല്ലാത്തൊരു സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് മനസ്സിലാണുണ്ടോ ഈ ഇവരുടെ നമ്മളെ ജമാലിന്റെ ഈ വാദത്തിന്റെ പൊള്ളത്തരം? ആണോ? അപ്പൊ എന്താ മൂപ്പര് പറഞ്ഞത്? ഒരു കൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്?
അത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ബാത്തിലായില്ലേ എന്നാ. അങ്ങനൊന്നും ഞങ്ങളൊന്നും ഇതില്ല, ഖുർആനിലും ഹദീസിലും കണ്ടിട്ടില്ല, മഹാന്മാരുടെ കിതാബിലും കണ്ടിട്ടില്ല. എന്നാ നിങ്ങൾക്ക് അതേ വാദം തന്നെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ അതിന് തെളിവുകൾ പറഞ്ഞു തന്നാലേ, എന്നാ പിന്നെ ഞങ്ങൾക്ക് അത് അംഗീകരിക്കാം. മഹാന്മാരുടെ ഏതെങ്കിലും മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒരു ഉദ്ധരണി ജമാലിന് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ എസ് അടിച്ചാൽ മതി. കഴിയോ? ഇമാമിങ്ങളുടെ ആരുടെങ്കിലും ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങളിപ്പോ പറഞ്ഞത് നോ, പിന്നെന്താ? എന്നാ പിന്നെ ഇനി മിണ്ടണ്ട അതിനെ പറ്റി. നിങ്ങളെ തൊള്ള ഞങ്ങൾക്ക് തെളിവല്ല കേട്ടാ. അദ്ദേഹം നോ അടിച്ചിട്ടുണ്ട്, മൂപ്പർക്ക് കഴിയില്ലത്രേ. മൂപ്പരിപ്പോ പറഞ്ഞ വാദത്തിന് തെളിവ് ഉദ്ധരിക്കാൻ മൂപ്പർക്ക് കഴിയില്ല. എല്ലാരും കാണില്ല അദ്ദേഹം നോ അടിച്ചത്? കാണില്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾ കാണില്ലേ? നിങ്ങൾ ഡെസ്കിലുള്ളവർ കാണില്ലേ? നമ്മളെ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കാണൂലല്ലോ. അപ്പൊ നിങ്ങൾ സാക്ഷിയായെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? എനിക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോഴേ റേഡിയോ ശ്രോതാക്കൾക്ക് ഒരു സമാധാനമാവുള്ളൂ. കേൾവിക്കാരൻ പറഞ്ഞാലേ എല്ലാവരും എസ് അടിച്ചിക്കൂടെന്ന്. കണ്ടില്ലേ? അപ്പൊ എല്ലാവരും എസ് അടിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. കണ്ടാ? അപ്പൊ തെളിവില്ല. മൂപ്പരെന്ത് ചെയ്യാണ്? മൂപ്പർക്ക് തോന്നിയത് ഇങ്ങനെ പറയാന്നേ ഉള്ളൂ. അതിനിപ്പോ നമ്മള് സമയം കളയണമെന്നാണ് എനിക്ക് സംശയം. വേറെ ആരെങ്കിലും വല്ല പ്രസക്തമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേരത്തെ ഉസ്താദ് പറഞ്ഞ വിഷയത്തെക്കുറിച്ചൊക്കെ ചോദിക്കാനോ പഠിക്കാനോ ഉള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വന്നോളൂ. അതിന്റെ ഇടയ്ക്ക് നമ്മളെ റഷീദ്ക്ക എന്തോ ഒരു റഷീദ് ഭായി ഒരു കൈപൊക്കി വന്നിരുന്നു എന്തോന്ന് പറയാന്. അഞ്ഞു മൂപ്പറ നമ്മളെ 13-ാം നമ്പറിൽ കയറ്റി നല്ലതെന്നാ എനിക്ക് തോന്നണത് കേട്ടാ. ആരെങ്കിലും നിങ്ങളെ നിൽക്കണോടത്തേലുണ്ടെങ്കിലും നമ്മളെ 13-ാം നമ്പർ ബസ് പോകണുണ്ടെങ്കിൽ ഒന്ന് കൈയാട്ടി നിർത്തിയിട്ട് ആ ഡ്രൈവറോട് പറയാം, ഒറ്റ മിനിറ്റ് ഞങ്ങളെ റൂമിൽ നിന്ന് ഒരാൾ വരാനുണ്ട്, ഇപ്പോ ജമാൽ കൊടുവള്ളി, അദ്ദേഹത്തെ ഒന്ന് കയറ്റിയിട്ട് കൊണ്ടുപോകണമെന്ന് ആ ബസ്സിന്റെ ഡ്രൈവറോട് ഒന്ന് പറഞ്ഞു നിർത്തുക കേട്ടാ. ഞാൻ ഉപരാണ് കൊണ്ടായിക്കോട്ടെ. ഏതായാലും ഇപ്പൊ റഷീദ് കല്ലൂരി മൈക്കെടുക്കട്ടെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് നേരത്തെ മൈക്ക് നോക്കിയത് കിഷേരി പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനായിരുന്നു. അപ്പൊ കിഷേരി ഉസ്താദ് അതിനാന്ന് തോന്നി പെട്ടെന്ന് മൈക്ക് ചോദിച്ചപ്പോ അതായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ, ജസാക്കല്ലാഹ് ഉസ്താദ്. ഞാൻ അതിന്റെ മുമ്പ് മൈക്ക് എടുത്തേരം സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോ വെച്ചതാണ്. ഏതായാലും അൽഹംദുലില്ലാ, ജമാൽ കൊടുവള്ളി ആ വന്ന വിഷയം ഏതായാലും മൂപ്പറ് വാത്തിലായി പോയരെ ടൈമിലൊന്നും യാതൊരു പിടുത്തുമില്ല. 2 ക്ലിപ്പ് യോജിപ്പിച്ചിട്ട് മൂപ്പർ ഏതായാലും വന്നതേരും. ഇതൊന്നും തിരിയുന്നില്ല ജമാൽ കൊടുവള്ളിക്ക്. അതേതാണ് ക്ലിപ്പ് യോജിപ്പിച്ചാൽ ശരിയാവില്ല എന്നുള്ള മൂപ്പർക്ക് ഏകദേശം തിരിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ ജമാൽ കൊടുവള്ളി? 2 സംസാരത്തിന് ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് ദേഷ്യമൊന്നും പിടിക്കാൻ പാടില്ല. ഞാൻ സംസാരത്തിൽ ജമാൽ കൊടുവള്ളി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2-3 ദിവസം മുന്നേ ഇവിടെ ചിലപ്പോൾ സംസാരിച്ച സമയത്ത് ഏതെങ്കിലും ജീവികളെ സംസാരിക്കുന്ന സമയത്ത് പൂച്ച പട്ടി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടാവും. ഫീൽ ഇന്ന് കേട്ട ആരെങ്കിലും എന്ത് പണിയെടുക്കും? ഇന്ന് ഞാൻ ജമാൽ കൊടുവള്ളി എടുക്കുക, എന്നിട്ട് അതിന്റെ അങ്ങോട്ട് പൂച്ച എന്ന് പറഞ്ഞതോ അല്ലെ പട്ടി എന്ന് പറഞ്ഞതോ ചേർപ്പിച്ച് വെക്കുക, എന്നിട്ട് അത് രണ്ടും കൂടി യോജിപ്പിക്കുക. എന്നിട്ട് എന്നാ പിന്നെ ജമാൽ കൊടുവള്ളി ഇന്നേതാന്ന് കല്ലേര് വർണ്ണിക്ക് അല്ലെ റഷീദ് വർണ്ണിക്ക് എന്ന് പറഞ്ഞു നോക്കിയാൽ അത് ജമാൽ കൊടുവള്ളി അംഗീകരിക്കുവോ? അംഗീകരിക്കുമെങ്കിൽ എസ് എന്ന് അടിക്കുക ജമാൽ കൊടുവള്ളിക്ക്. ആണ്ട അമ്മക്കൊരു മോക്കൊരു ന്യായം ഇല്ലല്ലോ. അംഗീകരിക്കുവോ ജമാൽ കൊടുവള്ളി? അംഗീകരിക്കുവോ? അംഗീകരിക്കുമെങ്കിൽ എസ് അടിച്ചോളി, അല്ലെങ്കിൽ നോ അടിച്ചോളി. എന്നാ ഇവിടെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല അതേപോലെ തന്നെ അപ്പുറവും വെച്ചു കൊടുത്താൽ നിങ്ങൾ കേട്ടാ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വരുന്നു. എന്റെ എസ്കക്കാർ കൂടി കൂടിയാൽ വെറും സാധുക്കൾ തന്നെ. എത്ര പ്രാവശ്യം ക്ലിപ്പിൽ പെരോട് ഉസ്താദ് ഷറൈനെതിരായ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്, അല്ലെ ഇമാമിങ്ങൾ വിവരിച്ചതിനെതിരായിട്ട് എന്നൊക്കെ അതിൽ ക്ലിപ്പിൽ 3-4 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ എസ്കക്കാരെ പിന്നെ കഥയൊന്നും ഞമ്മക്കിപ്പോ പോലെ സ്വപ്നത്തിന്റെ ഇതൊന്നും വിവരിച്ച് നടക്കല് പണിയില്ലല്ലോ. മാത്രമല്ല ഇവര് എത്രത്തോളം എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട പിന്നെ ശംസുലുലമ പങ്കെടുത്ത ഒരു സ്റ്റേജുമേല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് ഹാജരായിക്കുന്നവരെ ഇവര് പറയുന്നത് നമ്മളാരും അതിനെ നിഷേധിച്ചിട്ടൊന്നും നമ്മൾ പോക്കില്ല. ഹാജരായിക്കോട്ടെ, അല്ലെങ്കിൽ ആണ്ട, അത്രയേ ഉള്ളൂ. അതൊരാള് വയ്യന്നെ പോകേണ്ട ആവശ്യമൊന്നുമല്ല. ഇത് തന്നെ മെന്റൽ രോഗി. ഒരാൾ സ്വപ്നം കണ്ടിട്ടെന്ന് പറയാ, നിങ്ങൾ കണ്ടിക്കില്ല എന്ന് പറഞ്ഞ് കുറച്ചാൾ അതിന്റെ പിന്നാലെ പോവാ. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക ഒരു ബുദ്ധിന്റെ പോക്ക്. ഒരാളിപ്പോ ഒരു സ്വപ്നം കണ്ടിക്കെന്ന് പറയുന്നു, കണ്ടിക്കില്ല എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരെ ഒരു ബുദ്ധി നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക. ഏതായാലും കണ്ടിക്കണ്ടേ കണ്ടോട്ടെ, അല്ലേ കാണണ്ട, അത്രയല്ലുള്ളൂ. അത് മാത്രമല്ല ഇപ്പൊ അടുത്ത് ഒരു കേസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്
ബഹുമാനപ്പെട്ട പിന്നെ ഷംസുലുലമ പിന്നെ ഒരു വക്കീലിനെ കണ്ടിട്ട് പറഞ്ഞിക്കോളൂ ഇന്നേ കേസ് നിങ്ങൾ ഏറ്റണമെന്നുണ്ട്. ഇതെല്ലാം എസ്കക്കാരുടെ സ്വപ്നങ്ങളാ. അവരെ സ്വപ്നങ്ങൾ പറഞ്ഞാൽ തീരുവല്ല. പക്ഷെങ്കിൽ നമുക്ക് ഏതായാലും ഇത് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാ കേട്ടോ, തന്റെ ഒരു മുറവും വെച്ചിട്ട് ആരാന്റെ അരമുറവും കൊണ്ട് കേട്ടേനപ്പിച്ചിരിങ്ങ് ഓടലല്ല കേട്ടുക. ഒന്ന് ചോദിച്ചൊന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.